ഓക്കെ, എല്ലാവരും സുഖമല്ലേ? എല്ലാവർക്കും ക്രിസ്മസ് എക്സാം ഒക്കെ ആവാനായി. എല്ലാവരും അതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? പിന്നെ എങ്ങനെയാ പോകുന്ന എല്ലാവരും? ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടല്ലേ ഉണ്ടാവുള്ളൂ? ട്യൂഷൻ ഹിന്ദി എക്സാം ഒക്കെ ആവും. ഹിന്ദീൻ്റെ ടെൻഷൻസ് ഉണ്ടാവും ചില മക്കൾക്ക്. ഹിന്ദി എങ്ങനെ എഴുതണം, എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, അതിൻ്റെ മീനിങ്സ് എങ്ങനെ കിട്ടണം എന്നുള്ള ചെറിയ ചെറിയ ഡൗട്ട്സൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കോ അങ്ങനെ ആർക്കെങ്കിലും ഹിന്ദി അറിയാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, പെട്ടെന്ന് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ അവരും പാസ്സാവട്ടെ. നിങ്ങൾ മാത്രമാണോ? അവരും പാസ്സാവണ്ടേ? അപ്പോൾ അവർക്കും നമ്മൾ എന്താക്കണം, ഇത് ഫോർവേഡ് ചെയ്ത് വേഗം കൊടുക്കണം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് ഹിന്ദീൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ പോകുന്നു? ഇടയ്ക്കൊക്കെ എല്ലാവരും ഒരു ഹായ് പറയും, എന്നാലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആരൊക്കെ വന്നിക്കുന്ന കമൻസിൽ എന്നൊക്കെ. ഹിന്ദി അറിയാത്ത, അതായത് ഹിന്ദി എങ്ങനെ എഴുതണം, ഇനി നമുക്ക് എങ്ങനെ പെട്ടെന്ന് പാസ്സാവാം, അതുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാം. ഇന്നത്തെ നമ്മളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് സബ്സെ ബഡാ ഷോമാൻ എന്ന ചാപ്റ്റർ ആണ്. അത് നിങ്ങൾക്കറിയാം, ചാർലി ചാപ്ലിൻ ഏറ്റവും വലിയ, അതായത് സങ്കടങ്ങളെ മനസ്സിലൊതുക്കിയിട്ട് പുറത്ത് സന്തോഷമായിരിക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ആര്? ചാർലി ചാപ്ലിൻ അല്ലേ? നിങ്ങൾക്ക് അറിയുന്നതല്ലേ ചാർലി ചാപ്ലിനെ കുറിച്ചിട്ട്? അപ്പം ചാർലി ചാപ്ലിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ സ്റ്റോറി. അതായത് ചാർലി ചാപ്ലിൻ എന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് നമുക്ക് ഡയറി ചോദിക്കാം, അതേപോലെ ലെറ്റർ ചോദിക്കാം, അതേപോലെ തന്നെ സഹിമിലൻ എന്ന് പറഞ്ഞാൽ എന്താ, മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. അപ്പൊ നമ്മൾ ഇന്നിപ്പോൾ എടുക്കാൻ പോണത് സബ്സെ ബഡ ഷോമാനിലെ ചാപ്റ്റർ ആണ് ആദ്യം എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, मुझे बारिश में चलना पसंद है. मुझे बारिश में चलना, എനിക്ക് മഴയത്ത് നടക്കാൻ വളരെ ഇഷ്ടമാണ്. മുझे എനിക്ക്, ബാരിഷ് മേ എന്ന് പറഞ്ഞാൽ മഴയിൽ, ചലന എന്ന് പറഞ്ഞാൽ നടക്കാൻ, പസന്ത് ഇഷ്ടമാണ്, എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ്. മേരെ ആംസൂ ജോ, എൻ്റെ കണ്ണുനീര് നെഹി ദേഖ് പാത്താ ഹേ കോയി, ആർക്കും കാണാൻ പറ്റില്ല. അതായത് ചാർലി ചാപ്ലിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭാഷണമാണിത്. അതായത് ചാർലി ചാപ്ലിൻ പറയാണ്, എനിക്ക് മഴയത്ത് നടക്കാൻ വളരെ ഇഷ്ടമാണ്, എന്നാൽ എൻ്റെ കണ്ണുനീര്, അതായത് മഴയത്ത് നടക്കുമ്പോൾ എൻ്റെ കണ്ണുനീര് ആരും കാണില്ല എന്നാണ് ആര് പറയുന്നത്? ചാർലി ചാപ്ലിൻ പറയുന്നത്. സബ്സെ ബഡാ ഷോമാൻ, അതായത് ചാർലി ചാപ്ലിനെ കുറിച്ചിട്ട് എഴുതിയ ഒരാളാണ് ഗീത് ചതുർവേദി. അദ്ദേഹം, ചാർലി ചാപ്ലിൻ എന്ന അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയ ഒരു ജീവനിയാണ്, ഗീത് ചതുർവേദി എഴുതിയ ഒരു ജീവനിയാണ് സബ്സെ ബഡാ ഷോമാൻ. ഗാത്തെ എന്ന് പറഞ്ഞാൽ അതായത് പാടിക്കൊണ്ട്, അച്ചാനക് പെട്ടെന്ന് തന്നെ, മാക്കി ആവാസ് അമ്മയുടെ സൗണ്ട്, ആവാസ് എന്ന് പറഞ്ഞാൽ എന്താ, സൗണ്ട്, ഫട്കർ മുറിഞ്ഞു പോവുക, ഫുസ്ഫുസാഹട്ട് എന്ന് പറഞ്ഞാൽ മിറുമുറുക്കം ഉണ്ടാവില്ലേ, തബ്ദീൽ ഹോ ഗയാ, തബ്ദീൽ എന്ന് പറഞ്ഞാല് മാറിപ്പോവുക. അതായത് ഗാത്തെ അച്ചാനക് മാക്കി, അതായത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ സൗണ്ട് ഫട്കർ ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി, പെട്ടെന്ന് തന്നെ പുറുമുറുക്കം പോലെ വന്നു. ലോഗോ കോ ലഗ, ആളുകൾക്ക് തോന്നി, മൈക്ക് മേ കുച്ച് ഖരാബി ആ ഗയി, മൈക്കില് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. ഖരാബി എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടുണ്ടാവുക. ഫുസ്ഫുസാഹട്ട് ജാരീദ്, എന്നാൽ അതിലുള്ള ആ ശബ്ദം, ഫുസ്ഫുസാഹട്ട് എന്ന് പറഞ്ഞാൽ അതിലുള്ള ആ പുരുമുറുക്കം ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടേയിരുന്നു. ലോഗ് ചില്ലാനെ ലഗ, ആളുകള് ചില്ലാനെ അലറി വിളിക്കാൻ തുടങ്ങി. ചില്ലാന അലറി വിളിക്കാം. കഹീസെ കുച്ച് ലോഗ്, ഇടയ്ക്ക് ചില ആളുകള് മ്യാവ് മ്യാവ്, അതായത് പൂച്ചേന്റെ സൗണ്ട് ഉണ്ടാക്കാം, മ്യാവ് മ്യാവ് ആവാസ് നിക്കൽനെ ലഗ, അതായത് ആ സൗണ്ട് പുറപ്പെടുവിക്കാൻ തുടങ്ങി. इससे अभद्र शोर ने माँ को स्टेज से हटने को मजबूर कर दिया. इस अभद्र शोर ने,
അഭദ്ര ഷോ എന്ന് പറഞ്ഞാല് രോഷാകുലമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുപരമായിട്ടുള്ള ഷോ മാക്കോ അമ്മയെ സ്റ്റേജിൽ നിന്നും ഹട്ടാനേക്കോ മാറ്റാനുള്ള മസ്ബൂർ എന്ന് പറഞ്ഞാൽ നിർബന്ധിതമാക്കുക. ആ സ്റ്റേജിൽ നിന്നും അമ്മയെ ഇല്ലാതാക്കുക, ആ സ്റ്റേജിൽ നിന്ന് ഒഴിവാക്കാൻ അവരെന്താക്കി, നിർബന്ധിതരായി. चार्ली को वह अक्सर अपने साथ थिएटर ले जाती थी. ചാർലിയെ അക്സർ എന്ന് പറഞ്ഞാൽ മിക്ക ദിവസവും अपने साथ തന്റെ കൂടെ തിയേറ്റർ ലേ ജാത്തി थी, തിയേറ്ററിലേക്ക് കൊണ്ടുപോയിരുന്നു. ഉസ് ദിൻ ആ ദിവസം പർദയ്ക്ക് പീछे ആ സ്റ്റേജിന് പുറകിലായിട്ട് ആവാസ് കെ തമാശോ കോ ദേഖ് രഹാ താ, അതായത് ആ സ്റ്റേജിന് പിറകിലായിട്ട് അവൻ ആ തമാശയെ കാണുകയായിരുന്നു. മാ ഓർ മാനേജർ അമ്മയുടെയും മാനേജറിന്റെയും ബഹസ് എന്ന് പറഞ്ഞാൽ വാക്ക് തർക്കം ഹോത്തെ ദേഖ് വഹാം ഗയ, അതായത് ആ തർക്കം കണ്ടിട്ട് അവൻ എങ്ങോട്ട് പോയി, ആ അമ്മയുടെയും മാനേജറിന്റെ അടുത്തേക്കും പോയി. മാനേജർ ചാർലിയെ കുച്ച് ദോസ്തോക്കെ സാമനെ കുറച്ച് സുഹൃത്തുക്കളുടെ അഭിനയ കർത്തേ ദേഖാത, അതായത് ആ മാനേജർ ചാർലി കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് എന്ത് നടത്തുന്നത് കണ്ടു, അഭിനയം നടത്തുന്നത് കണ്ടിരുന്നു. और वह उसे स्टेज पर बेचने की जिद करने लगा, അതായത് മാനേജർ ആ നമ്മുടെ ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ എന്തായി സിദ്ധ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ഇങ്ങനെ പറഞ്ഞ് പ്രകടിപ്പിക്കുക. അമ്മ എന്തായി, പേടിച്ചു പോയി. 5 साल का बच्चा 5 വയസ്സുള്ള ഒരു കുട്ടി ഉഗ്രപീഡ്കോ ജയിൽ പായെങ്കിൽ, ഇത്രയും രോഷാകുലമായിട്ടുള്ള സ്ഥലത്തെ അവന് സഹിക്കാൻ കഴിയോ, അതായത് ഈ 5 വയസ്സുള്ള കുട്ടിക്ക് ഇത്രയും കാണികളെ എന്താക്കാൻ പറ്റുമോ, നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അവന്റെ കൈകളിലേക്ക്. ബാത് മുബാഹിസ കെ ബാത്, അതായത് ആ വാക്കുതർക്കത്തിന് ശേഷം, അത്രയും വലിയ വാക്കുതർക്കമില്ലല്ലോ അവിടെ ഉണ്ടായിരുന്നത്, ആ വാക്കുതർക്കത്തിന് ശേഷം അവസാനം ചാർലി സ്റ്റേജ് पर ले गया, ചാർലിയെ മാനേജർ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. और बचाव के कुछ शब्द, അതായത് രക്ഷപ്പെടാനുള്ള കുറച്ച് ശബ്ദങ്ങള് അക്കേല ചോടായ, അതായത് എങ്ങനെ രക്ഷപ്പെടണം, കാണികളെ എങ്ങനെ കയ്യിലെടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷം അവൻ ആ സ്റ്റേജില് ഒറ്റക്കിട്ടിട്ട് അവര് പോയി. ദുയേക്കെ ഉടുത്തേ ഹുയെ ചല്ലോ, അതായത് ആ പുകകള്, അതായത് നമ്മളെ സ്റ്റേജിൽ നിന്ന് ഉണ്ടാവുന്ന ആ പുകകൾ ഉണ്ടാവില്ലേ, നമ്മളിപ്പോ വലിയ മാച്ചോ അല്ലെങ്കിൽ നമ്മൾ പരിപാടിയൊക്കെ നടത്തും, നമ്മളെ മുന്നിൽ ഒരു പുക അങ്ങനെ വരാറില്ല, ആ പുകകൾക്കിടയിലായി പോയി ആര്, ചാർലി. ബീച്ച് മഷൂർ ഗീത്, അതായത് അവൻ അവിടെ പാടിയത് അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഗീതാണ് ജാക്ക് ജോൺസന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗീതാണ് ജാക്ക് ജോൺസന്റെ ആ സോങ്, അതാണ് അവിടെ ആര് പാടിയത്, ചാർലി പാടിയത്. കുറച്ച് നേരത്തേക്ക് ഓർക്കസ്ട്ര, അതായത് ആ മ്യൂസിക് കൊടുക്കുന്ന ആൾക്കാര് ഉസ്കി ആവാസ് മേ, അവന്റെ ശബ്ദത്തെ എന്താക്കിക്കൊണ്ടിരുന്നു, ഉസ് ഗാനയ്ക്ക് ദൂൻ തലാശത്തെ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചുകൊണ്ടിരുന്നു, അവൻ എങ്ങനെയാണ് അത് പാടുന്നത് എന്ന് ആരന്വേഷിച്ചുകൊണ്ടിരുന്നു, ഓർക്കസ്ട്ര അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവർക്ക് അത് കിട്ടിയപ്പോൾ, അത് ഓർക്കസ്ട്രയ്ക്ക് ആ മ്യൂസിക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കിട്ടിയപ്പോൾ ഗാന സജ്നെ ലഗ, വളരെ നന്നായിട്ട് അവർ എന്താക്കാൻ തുടങ്ങി, അലങ്കരിക്കാൻ തുടങ്ങി. ഗാന അഭി ആദാ ഹുവ, ആ പാട്ട് വളരെ കുറച്ചായിരുന്നുള്ളൂ, അതായത് ആ പാട്ട് മുഴുവനായിട്ട് ആരും ആലപിച്ചില്ല, ചാർലി ആലപിച്ചില്ല. ആ പകുതി ആകുമ്പോഴേക്ക് തന്നെ സ്റ്റേജ് पर पैसों की बौछार शुरू हो गई, അതായത് ആ സ്റ്റേജില് പണപ്പെരുപ്പം, അതായത് ബൗച്ചാർ എന്ന് പറഞ്ഞാല് പെയ്യുക, ഇവിടെ പണം പെയ്യോ, ഇല്ലല്ലോ, പണം എന്താ ചെയ്യാ, ഇങ്ങനെ വലിച്ചെറിഞ്ഞു സ്റ്റേജിലേക്ക്. ഇങ്ങനെ ആൾക്കാർ ആ ഗാനം കേട്ടിട്ട് ആൾക്കാർ എന്താക്കി, ആ പാട്ടിനെ ആസ്വദിച്ചപ്പോൾ അവര് പണം വലിച്ചെറിയാൻ തുടങ്ങി സ്റ്റേജിലേക്ക്. ചാർലിനെ ഗാന റോക്ക് ദിയ, ചാർലി എന്താക്കി, പാട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓർ ഘോഷൻ കി, എന്നിട്ട് അവൻ അവിടെ പറഞ്ഞു, ഘോഷൻ തന്നെ പറയാ, പെഹ്ലെ മേ യേ പൈസ ബട്ടോരുങ്ക, ആദ്യം ഞാൻ ഈ പണത്തെ ശേഖരിക്കേ, ബട്ടോരുങ്ക എന്ന് പറഞ്ഞാൽ ശേഖരിക്കട്ടെ. ഉസ്കെ ബാത്, അതിനുശേഷം, ഉസ്കെ ബാത് എന്ന് പറഞ്ഞാൽ അതിനുശേഷം, ഗാവുങ്ക, അതിനുശേഷം ഞാൻ എന്താക്കാം, പാടാം. ഇസ് ബാത് കാ ഹാൽ കോ ഹസീ ഘർ മേ തബ്ദീൽ കർ ദിയ,
ഈ കാര്യം കേട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾ, അതായത് അവിടെ സ്റ്റേജിൽ ആ പ്രോഗ്രാം കാണാൻ വന്ന ആളുകള് ചിരിച്ചു. കാരണം അവൻ പറഞ്ഞത് എന്താ, ഞാൻ ഇതൊന്ന് ശേഖരിക്കട്ടെ, ഈ പണമൊക്കെ ഒന്ന് ശേഖരിച്ചിട്ട് എന്നിട്ട് ഞാൻ എന്താക്കാം, പാടാ എന്ന്. തബ് മാനേജർ एक रूप लेकर आया. അതായത് മാനേജർ ഒരു റുമാൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടവലായിട്ട് ആര് വന്നു, മാനേജർ വന്നു. പൈസ ബട്ടോറിനെ ലഗ, പൈസ ബട്ടോറിനെ എന്ന് പറഞ്ഞാല് ഇത് ശേഖരിച്ച് വെക്കാം. ആ പൈസ ശേഖരിച്ചു. ചാർലിക്കോ ലഗ, ചാർലിക്ക് തോന്നി പൈസ മാനേജർ സ്വയം ആ പൈസ എന്താക്കാൻ നോക്കുന്നു, സ്വയം കയ്യിലാക്കാൻ നോക്കുന്നു. ഉസ്നെ യേ ബാത്, അവൻ ഈ കാര്യം ശിക്കായത്തി ലഹ്ജമേ ദർശകോं से कहा. ശിക്കായത്തി എന്ന് പറഞ്ഞാൽ പരാതിപൂർവ്വം, പരാതി സ്വരത്തില്. ശിക്കായത്ത് എന്ന് പറഞ്ഞാൽ പരാതി, ലഹജ എന്ന് പറഞ്ഞാല് സ്വരത്തില്. പരാതിയുടെ സ്വരത്തില് ദർശകോं से कहा दी, ദർശക ആൾക്കാരോട് എന്താക്കി അവൻ പറഞ്ഞു. ബഡ്, അതായത് ആ ചിരി എന്തായി ഒന്നും കൂടി. ജബ് റുമാൽ കി പോട്ട്ലി മേ പൈസ ബാണ്ട്, അപ്പൊ ആ ഇതില്ലേ നമ്മളിപ്പോ പറഞ്ഞ ടവല്, ആ ടവലില് ബോട്ട്ലി എന്ന് പറഞ്ഞാല് പൊതിയ, അതായത് കെട്ടിവെക്ക. ആ പൈസ അതിൽ കെട്ടിവെച്ചിട്ട്, ബാംസ് എന്ന് പറഞ്ഞാൽ കെട്ടിവെച്ചിട്ട് ബാക്ക് സ്റ്റേജിക്ക് ഓർ, സ്റ്റേജിന്റെ ബാക്കിലേക്ക്, ജാത്തെ മാനേജർ കി പീച്ചെ, പോകുന്ന മാനേജറിന്റെ പിറകിലേക്ക് ചാർലി വ്യാകുലാദാസെ ലഗ് ഗയ, അതായത് ചാർലിയും അദ്ദേഹത്തിന്റെ കൂടെ എങ്ങോട്ട് പോയി, പിറകിലേക്ക് പോയി. जब तक मैनेजर ने वह पोटोली में हवाले नहीं की, അതായത് മാനേജർ തന്റെ അമ്മക്ക് ആ പൊതി കൊടുത്തില്ലെങ്കിൽ വഹ്നി ലൗട്ട, അവൻ എന്താക്കില്ല, സ്റ്റേജിലേക്ക് തിരിച്ചു പോയില്ല. കാരണം അവൻ അവന്റെ അമ്മക്ക് ആ പൈസ കൊടുക്കുന്നത് വരെ അവൻ അവിടെ നോക്കിക്കൊണ്ടേയിരുന്നു. അത് കൊടുത്തു കഴിയുന്നവരെ അവൻ എന്താക്കില്ല, സ്റ്റേജിലേക്ക് പോയില്ല. ചാർലിനെ ജനതാമേ, ചാർലി അവിടുത്തെ ആൾക്കാരില് ഗുദ്ഗുദി ഫൈലാദി, ഗുദ്ഗുദി എന്ന് പറഞ്ഞാൽ ആഹ്ലാദിപ്പിക്കുക. അവിടുത്തെ ജനങ്ങളെ അവൻ എന്താക്കി, വളരെയധികം ആഹ്ലാദിപ്പിച്ചു. ഉസ്കെ ബാദ്, അതിനുശേഷം ഉസ്നെ ദർശകോं से बातचीत की, അതിനുശേഷം അവൻ അവിടുത്തെ ആൾക്കാരോട് എന്താക്കി, വർത്താനങ്ങളൊക്കെ പറഞ്ഞു. നർത്തകിയ, ഡാൻസ് കളിച്ചു. ഓർ അപ്നി മാ സാഹിദ് കൈ ഗായോ കി നക്കൽ ഉദാരി, അങ്ങനെ അവൻ അവന്റെ അമ്മയെ അനുകരിക്കാനും മറ്റു പാട്ടുകാരെ അനുകരിക്കാനും അവൻ ചെയ്തു. മാസൂമിയത്ത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ. उसने थोड़ी देर पहले ही फटी माँ की आवाज और उसके फुसफुसाने ही भी नकल उतारी, അതായത് മാസൂമിയത്ത് നിഷ്കളങ്കമായിട്ടുള്ള, ഉസ്നെ തോടി ദേർ കുറച്ചു നേരത്തേക്ക്, പെഹലെ ആദ്യം തന്നെ, ഫട്ടി മാക്കി മുറിഞ്ഞു പോയിട്ടുള്ള അവന്റെ അമ്മയുടെ സൗണ്ട് അവൻ എവിടെ അവതരിപ്പിച്ചു, സ്റ്റേജിൽ അവതരിപ്പിച്ചു. लोगों में टहाकों की इसेदारी हुई और स्टेज पर, ടഹാക്കോ എന്ന് പറഞ്ഞാല് നമ്മള് സ്റ്റേജിൽ എന്താക്കുക, പൊട്ടിച്ചിരിക്കുക. ഇസിസ്താരി എന്ന് പറഞ്ഞാല് അതിൽ പങ്കുചേരുക, അതായത് ആ ചിരിയിൽ അവിടുത്തെ ആൾക്കാരെ എന്താക്കി, പങ്കുചേർന്നു. സ്റ്റേജ് പർ ജമാക്ക പൈസ ബർസെ, സ്റ്റേജിലേക്ക് ഇങ്ങനെ പൈസ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. അന്ത്മേം, അവസാനം മജബുസെ ലേനയായി, അവനെ അമ്മ വിളിക്കാൻ വന്നപ്പോ ദർശകോനെ ഗഡേ ഹോക്കർ, അവനെ വിളിക്കാൻ വന്നപ്പോ സ്റ്റേജിലുള്ള, അതായത് കാണികൾ മൊത്തം അവനെ എന്താക്കി, നിന്നുകൊണ്ട്, ഗഡേ ഹോക്കർ എന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ട്, താലിയാൻ വച്ചായി കൈയടിക്കാൻ തുടങ്ങി. കൈ ലോകോനെ, പല ആൾക്കാരും മാസെ ഹാത്ത് മിലാക്കർ, അമ്മയ്ക്ക് കൈ കൊടുത്തിട്ട്, ഉസ്കെ ചോട്ടെ ബച്ചയ്ക്ക്, അവന്റെ ചെറിയ കുട്ടി, അതായത് അവനെ കുറിച്ചിട്ട്, താരിഫ് എന്ന് പറഞ്ഞാൽ പ്രശംസിക്കാം. അത്രയും കാലം അമ്മ സ്റ്റേജിൽ നിന്നപ്പോൾ വളരെ കരഞ്ഞുകൊണ്ട് പോയ അമ്മ, പിന്നെ അവൻ കയറിയപ്പോൾ അവിടെ എന്താ ഇതാക്കിയത്, വളരെ, അതായത് ജനങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. അവന്റെ കളികളിൽ അവിടുത്തെ ജനങ്ങൾ വളരെ സംതൃപ്തിപ്പെടുകയും ചെയ്തു. ചാർലി സ്റ്റേജ് പർ പെഹലി ബാർ ആയ, ചാർലി സ്റ്റേജിൽ പെഹലി ബാർ, ആദ്യമായിട്ടാണ് വരുന്നത്. പെഹലി ബാർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ചാർലി സ്റ്റേജിലേക്ക് വരുന്നത്. മാ ആഖിരി ബാർ, അമ്മ അവസാനമായിട്ടും. ദുനിയാക്കെ സബ്സെ ബഡാ ഷോമാൻ, ലോകത്തിലെ ഏറ്റവും വലിയ നായകൻ എന്നറിയപ്പെടുന്ന, ഈ പെഹല ഷോദ, ലോകത്തിലെ ഏറ്റവും വലിയ നായകൻ എന്നറിയപ്പെടുന്ന ചാർലിയുടെ ആദ്യത്തെ ഷോ ആയിരുന്നു ഇത്.
ഉസ്നെ ജന്മ ലേ ലിയാ താ. ആ എന്താണ് അവൻ ആ ആക്ട്രസിലെ ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ അവൻ അതിൽ ജന്മമെടുത്തു. ആദ്യത്തെ ജന്മം അവൻ ആ സ്റ്റേജിലായിരുന്നു എടുത്തിരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ചാർലി ആദ്യമായിട്ടാണ് തൻ്റെ സ്റ്റേജിലെ ഫസ്റ്റ് ഷോ അവതരിപ്പിക്കുന്നത്. അതും അവൻ്റെ അമ്മയുടെ ആ പാട്ട് എന്താണ് പുറുമുറുക്കം പോലെ വന്നതുകൊണ്ടാണ് അവൻ എന്താക്കിയത്, ആ സ്റ്റേജിൽ ഫസ്റ്റ് ടൈം അവൻ അവതരിപ്പിക്കേണ്ടി വന്നത്. അതിലവൻ നൃത്തം ചെയ്യുകയും അവൻ്റെ കുറേ കാര്യങ്ങളും അവൻ്റെ അമ്മ എങ്ങനെ സ്റ്റേജിൽ നിന്നതും ഒക്കെ അവൻ എന്താക്കി ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അതിൽ ജനങ്ങൾക്ക് എന്തായി വളരെയധികം സന്തോഷമാകുകയും പിന്നെ മാനേജർ തൻ്റെ പൈസ സ്വയം എടുക്കുമോ എന്നുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വന്നു. കാരണം എന്താ, 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ് ആര്, ചാർലി. ഓക്കെ, ക്ലിയർ ആയോ ഇത്? ഓക്കെ, ഇനി നമുക്ക് ഇനി ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, അതായത് ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക, അത് നോട്ട് ചെയ്തും വെക്കുക. ഓക്കെ ഓക്കെ സബ്സെ ബഡാ ഷോമാൻ. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ആ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. സഹി പ്രസ്താവ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിയായിട്ടുള്ള പ്രസ്താവന. അതായത് ഇതില് ഞാൻ നിങ്ങൾക്ക് 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 4 പോയിന്റ്സിൽ നിങ്ങൾക്ക് ഏതാണ് ശരി അത് നിങ്ങൾ എന്നോട് പറയണം. ഓക്കെ, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഏതാ ശരി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം. ഓക്കെ, ഫസ്റ്റ് മാ കാ ഗീത് സുൻകർ ദർശകനെ ഉസ്കി പ്രശംസ കി. അവന്റെ അമ്മയുടെ പാട്ട് കേട്ടിട്ട് അതായത് അവിടുത്തെ കാണികള് അവനെ പ്രശംസിച്ചു. ഇത് ശരിയാണോ? ഇതാണോ കറക്റ്റ്? ആണോ? അല്ലെങ്കിൽ രണ്ടാമത്തെ ചാർലി കാ ഷോ ദേഖ്. ചാർലിയുടെ ഷോ കണ്ടിട്ട് ദർശകോനെ അവിടുത്തെ കാണികള് ഉസ്കി പ്രശംസാക്കി അവനെ പ്രശംസിച്ചു. അതാണോ? അല്ലെങ്കിൽ മാക്കി ആവാസ് ഫട്ചാനെ സേ. അമ്മയുടെ സൗണ്ട് മുറിഞ്ഞു പോയപ്പോൾ ദർശകോനെ കാണികള് ഉസ്കി പ്രശംസാക്കി അവനെ പ്രശംസിച്ചു. ലാസ്റ്റ് പോയിന്റ് ചാർലി കാ ഷോ ദേഖ് കർ. ചാർലിയുടെ ഷോ കണ്ടിട്ട് ഉസ്കി പ്രശംസാക്കി മാനെ. അമ്മ അവനെ പ്രശംസിച്ചു. ഇതിലേതാ ശരി? പറയ്, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ബി ആണോ? നമുക്ക് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്യാം. ചാർലി കാ ഷോ ദേഖ് കർ മാനെ ഉസ്കി പ്രശംസാക്കി. അതായത് ചാർലിയുടെ ഷോ കണ്ടപ്പോ അവന്റെ അമ്മ അവനെ പ്രശംസിച്ചു. അപ്പം ബി എന്ന് പറഞ്ഞവർക്കൊക്കെ ഗുഡ്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഷിദിനെയാണ്, പിന്നെ ഷദിയ. ഓക്കെ, ഗുഡ് ട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വാക്യോ കാ പൂർത്തി കരേ. വാക്യോ കാ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. ഇത് പൂർത്തീകരിക്കണം. ഇനി ഇത് പൂർത്തീകരിക്കണം. ചാർലി ഫസ്റ്റത്തെ നോക്കാം. ചാർലി സ്റ്റേജ് पर पहली बार आया. ചാർലി സ്റ്റേജിൽ ആദ്യമായിട്ടാണ് വന്നത്. അപ്പൊ സെക്കൻഡ് മാ സ്റ്റേജ് पर आखिरी बार. ഇവിടെ എന്തായിരിക്കും വരിക? പറയും. മാ സ്റ്റേജ് पर आखिरी बार എന്തായിരിക്കും? ഇവിടെ പുരുഷ, അതായത് ഇത് സ്ത്രീലിംഗവും ഇത് പുരുഷുമാണ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും വരിക? ഇവിടെ ആയാന്നും ഇവിടെ എന്തായിരിക്കും വരിക? പറയും. വേഗം 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 ഏതായിരിക്കും? ഇവിടെ ആയാന്നാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? വേഗം മക്കളെ, വേഗം പറ, ഏതായിരിക്കും വരിക? അറിയില്ല ആർക്കും? ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? ഇതിനൊക്കെ അല്ലേ 2 മാർക്കും 1 മാർക്കും ഒക്കെ നിങ്ങൾ കാണാറില്ലേ? SSLCക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടത്. 1 മാർക്കൊക്കെ 2 മാർക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ എന്താ? ഏതായിരിക്കും? പറ, വേഗം പറ, ഏതായിരിക്കും? ആരും പറയുന്നില്ല. ഇതെന്താ, ആരും ആക്റ്റീവ് അല്ലേ? എത്രയൊന്നും വേഗം ആക്റ്റീവ് ആവണ്ടേ എല്ലാവരും? എന്നാലല്ലേ വേഗം ക്ലാസ് എടുക്കുമ്പോൾ രസമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് എന്താ ചെയ്യുക? നിങ്ങളൊന്നൊരു ആക്റ്റീവ് ആവ്. നല്ല കുറച്ചും കൂടി നന്നായിട്ട് ആക്റ്റീവ് ആവും മക്കളെ, വേഗം. അപ്പൊ നമ്മൾ ഉത്തരം നോക്കാം. മാ സ്റ്റേജ് पर आखिरी बार आई. അതായത് ഇത് സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് എന്തായത്? ആയി മാറിയത്. മറ്റേ പുരുഷലിംഗായിരുന്നു, അത് എന്തായി മാറി? ആയാന്നായിട്ട് മാറി. ഓക്കെ ഓക്കെ നെക്സ്റ്റ്
ഇങ്ങനെ ആവരുത് കേട്ടോ. നമ്മള് കാര്യങ്ങൾ പറയാൻ വേണം, എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താക്കണം, അതിനെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, ഇനി ബേട്ടാ കാ ഷോ ദേക്ക്, മകന്റെ ഷോ കണ്ടിട്ട് ചാർലിയുടെ അമ്മ ഖുഷ് ഹോ ഗയി, എന്തായി, വളരെയധികം സന്തോഷിച്ചു. അതായത് ബേട്ടാ കാ ഷോ ദേക്ക്, മകന്റെ ഷോ കണ്ടിട്ട് മാ ഖുഷ് ഹോ ഗയി, അമ്മ വളരെയധികം സന്തോഷിച്ചു. ചാർലിക്ക് മാക്കി ഉസ് ദിൻ കാ ഡയറി ലിഖെ, അമ്മയുടെ ആ ദിവസത്തെ ഡയറി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അതായത് നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്, ഇത്. അപ്പം നമ്മൾ എന്ത് കൊടുക്കണം, 12 ഡിസംബർ 2021 നമ്മൾ ഡയറി എഴുതുമ്പോൾ മസ്റ്റ് ആണ് ഈ കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഏറ്റവും നന്നായിട്ട് ഡയറി എഴുതുമ്പോൾ ഉണ്ടാവണം, ഡേറ്റ് വേണം, ഏത് ദിവസമാണെന്നും വേണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഹിന്ദി എഴുതുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം നന്നായിട്ട് പഠിച്ചു വെക്കാം. അതായത് 12 പഠിച്ചു വെക്കുക, ഡിസംബറും പഠിച്ചു വെക്കുക 2020. ഇനി ഡിസംബർ അറിയില്ല, അങ്ങനെയാണെങ്കിൽ എന്താക്കുക, മാർച്ച് എന്ന് എഴുതുക. അതൊന്നും ശ്രദ്ധിച്ചില്ലാതെ എഴുതുക. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതെന്താക്കുക, എഴുതാം. ഓക്കെ, മറിച്ച് തെറ്റുള്ള, അതായത് ഡിസംബർ എന്ന് എഴുതുമ്പോൾ ചിലവർക്ക് എന്ത് വരാം, തെറ്റ് വരാം. അപ്പം മാർച്ച് എന്ന് ഒരു സെൻറ്റൻസ് പഠിച്ചു വെക്കുക. അതാകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എന്താവും, അത് മാർക്ക് സ്കോർ ചെയ്യാം. തെറ്റ് വരുത്തുമ്പോൾ എന്താണെന്നറിയോ, ഈ ടീച്ചേഴ്സിനൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാണുമ്പോൾ എന്താവും, ഒരു പേപ്പേഴ്സ് വാല്യൂ ചെയ്യാനുള്ള പ്രശ്നം വരും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ പിന്നെ മംഗൾവാർ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നെങ്കിൽ സോമവാർ. ഓക്കെ, ഒന്നെങ്കിൽ സോമവാർ എന്ന്, അതായത് ഇവിടെ എഴുതരാം, സോമവാറിന് ആലോചിച്ച് വെക്കുക. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് എളുപ്പമാക്കിയിട്ട് എഴുതാൻ പറ്റുന്ന ഒന്നാണ് രവിവാർ. ഓക്കെ, രവിവാർ നിങ്ങൾക്ക് അതറിയില്ലെങ്കിലും രവിവാർ അല്ലെങ്കിൽ സോമവാർ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. തെറ്റ് വരുത്തരുത്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്താക്കരുത്, എഴുതരുത്. ഇപ്പം മംഗൾവാർ ആണെങ്കിൽ അറിയില്ല, ഏതെങ്കിലും ഒരു ദിവസം പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ മന്തും, ഒരു ദിവസത്തെ മന്തും പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏത് ഡയറിക്കും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഇവിടെ പറയാൻ പോകണം. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം മേരെ ലിയേ ബഹുത് ഖുഷ് കാ ദിൻ താ, ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസമായിരുന്നു. ഇവിടെ ഈ ഗുഷ് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഇപ്പൊ ദുഃഖത്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പറയുന്നെങ്കിൽ അവിടെ എന്ത് കൊടുക്കുക, ദുഃഖ് എന്ന് കൊടുക്കുക. അതായത് നിങ്ങളോട് ഇപ്പം ഖുഷിനെ കുറിച്ചിട്ടല്ല, സന്തോഷത്തിനെ, അതായത് ദുഃഖത്തിനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നെങ്കിൽ ഇവിടെ മാത്രം നിങ്ങൾ എന്താക്കിയാൽ മതി, ചേഞ്ച് ചെയ്താൽ മതി. വേറെ എവിടെയും നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പം ഖുഷ് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്യുക. അതായത് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ ദുഃഖകരമായിരുന്നു. ഓക്കെ, ഇസ് ദിൻ മുझे കബി ഭൂൽ നഹി സക്താ, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും എന്താക്കില്ല, മറക്കില്ല. അപ്പം ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങളുടെ എക്സാമിന് ഇങ്ങനെ തന്നെ എഴുതി വെക്കാം. അതായത് ഇപ്പം നമുക്ക് സങ്കടമായാലും സന്തോഷമായാലും നമ്മൾ ആ ദിവസം മറക്കുമോ, ഇല്ല. അപ്പൊ ഇത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് എഴുതി വെക്കാലോ, ചെയ്തൂടെ? ഓക്കെ, മേരെ ജീവൻ മേ, എൻ്റെ ജീവിതത്തിൽ, മേരെ ജീവൻ മേ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇത്തിനി ഖുഷി, ഇത്രയും സന്തോഷം പെഹലെ കബി നഹി സക്താ, അതായത് ഇത്രയും വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാ പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ എന്ത് മാറ്റുക, ദുഃഖ് നാക്കുക. ഈ ഖുഷി എന്നുള്ളടത്ത് നിങ്ങൾ എന്താക്കി മാറ്റുക, ദുഃഖനാക്കി മാറ്റുക. അപ്പോൾ ഓൾറെഡി ബാക്കിയൊക്കെ എന്താക്കിയാൽ മതി, നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ എന്താക്കണ്ട, ചേഞ്ച് വരുത്തണ്ട. അപ്പോൾ ഇപ്പൊ ദുഃഖത്തിനെ കുറിച്ചിട്ടാണെങ്കിൽ ആജ് കാ ദിൻ മേരെ ലിയേ ബഹുത് ദുഃഖ ദിൻ താ, ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സങ്കടപരമായിട്ടായിരുന്നു. ഇസ് ദിൻ മുझे കബി ഭൂൽ നഹി സക്താ, ഇന്നത്തെ ദിവസം ഞാൻ എന്താക്കില്ല, ഒരിക്കലും മറക്കില്ല. മേരെ ജീവൻ മേ, എൻ്റെ ജീവിതത്തില് ഇത്തിനി ഖുഷി, ഇത്രയും സന്തോഷം പെഹലെ കബി നഹി ഹോ സക്താ താ. അപ്പം ഖുഷിയിലോടത്ത് എന്താക്കി മാറ്റാം, ദുഃഖാക്കി മാറ്റാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പാരഗ്രാഫ് ഇങ്ങനെ തന്നെ എഴുതി വെക്കുക. അവിടെ ഖുഷി എന്നുള്ളടത്ത് എന്താക്കി മാറ്റുക, ദുഃഖാണെങ്കിൽ ദുഃഖ് നാക്കുക, അല്ലെങ്കിൽ ഖുഷി നാക്കുക. എന്താണോ ചോദ്യം വരുന്നത് അത് ശ്രദ്ധിക്കുക കേട്ടോ.
മുകളിലൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കും, ഇന്ന് ദുഃഖ ഖുഷി എന്തെങ്കിലും ആയിരിക്കും പറയാം. അപ്പം അത് ശ്രദ്ധിക്കുക, അതിനനുസരിച്ചിട്ട് ഉത്തരം എഴുതുക. പിന്നെ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഞാൻ എന്താ ഈ കണ്ടന്റ് എഴുതുക എന്നുള്ളത്. ഈ സെക്കൻഡ് പാരഗ്രാഫിൽ ഞാൻ എന്താ എനിക്ക് ഒന്നും അറിയില്ല ചാപ്റ്ററിനെ കുറിച്ചിട്ട്, ഞാൻ എങ്ങനെ എഴുതണമെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ എങ്ങനെ പാസ്സാവും, എനിക്ക് എങ്ങനെ മാർക്ക് കിട്ടും ഒന്നും അറിയില്ല. അപ്പം അതിനുള്ള സെക്കൻഡ് പാരഗ്രാഫ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇതായത് നിങ്ങളെ ക്വസ്റ്റ്യൻ, बेटा का शो देखकर चार्ली की माँ गुश हो गई, चार्ली की माँ की उस दिन डायरी. അപ്പം ഇത് മാത്രം അതായത് സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾ അമ്മയുടെ അന്നത്തെ സന്തോഷത്തിനെ കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം ഇതിൽ തന്നെ സെക്കൻഡ് പാരഗ്രാഫിലാക്കിയിട്ട് തന്നെ കൊടുക്കുക. അതിൽ മാ എന്നുള്ളടത്ത് എന്താക്കി മാറ്റുക, മായുടെ ഡയറി അല്ല, അപ്പൊ മാന്ന് ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്താക്കി കൊടുക്കുക, മേന്ന് കൊടുക്കുക ഞാൻ. അപ്പം അമ്മയുടെ ഡയറി ഇല്ല, അപ്പൊ അമ്മ അവിടെ എഴുതുന്ന ഡയറി, അങ്ങനെ അത് സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, അതായത് എങ്ങനെ എഴുതണം എന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു കണ്ടന്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്നതിനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് എഴുതാൻ പറയുന്നതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടോ, ആ സംഭവം അങ്ങനെ തന്നെ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് അച്ചടിക്കുക. അതിൽ മാന്ന് പറയുമ്പോൾ മാ തന്നെ എഴുതാൻ നിൽക്കരുത് കേട്ടോ, എല്ലാവർക്കും വരുന്ന തെറ്റാണ്. അത് അച്ചടിക്കുമ്പോൾ അതേ സാധനം അങ്ങനെ തന്നെ കോപ്പി അടിച്ച് എഴുതുക, അങ്ങനെ എഴുതരുത്. നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം എഴുതണമെങ്കിൽ. നമ്മൾ കോപ്പി അടിക്കുമ്പം പോലും അത് പ്രത്യേകം എന്താക്കുക, ശ്രദ്ധിക്കുക. അപ്പം മാന്നുള്ളടത്ത് മേന്ന് കൊടുക്കുക. ഈ ഞാൻ എഴുതിയ പറഞ്ഞുതരാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഗീത് ഗാത്തെ സമയം, ഇന്ന് ഞാൻ മഞ്ച് എന്ന് പറഞ്ഞ സ്റ്റേജിൽ ഗീത് ഗാത്തെ സമയം പാടിക്കൊണ്ടിരുന്നപ്പോൾ മേരി ആവാസ്, എൻ്റെ സൗണ്ട് ഫട്ക ഫുസ്ഫുസാഹട്ട് മേ ബദൽ ഗയി, അതായത് ആ പിറുമുറുക്കം പോലെ മാറാൻ തുടങ്ങി. തോടി ദർ, കുറച്ച് നേരത്തേക്ക് ദർശ ഹൽ മച്ചാനേ ലഗ, ആൾക്കാർ ഇങ്ങനെ ഒച്ച വെക്കാൻ തുടങ്ങി. വിവഷോക്ക്, അതായത് അതിലേക്ക് ഇങ്ങനെ എന്താണ് അത് ശ്രദ്ധിക്കാൻ പറ്റാതെ, അതല്ലാതെ ഒന്നിലേക്ക് ഇതാക്കാൻ പറ്റാതെ മാനേജർ മേരാ 5 സാൽ കാ ചോട്ടെ ബच्चे, അതായത് എൻ്റെ 5 വയസ്സുള്ള മകനെ സ്റ്റേജിലേക്ക് എന്താക്കി പറഞ്ഞയച്ചു. അതെ, ഞാൻ വളരെയധികം എന്താക്കി, സങ്കടപ്പെട്ടു, പേടിച്ചു. ഡർത്തി എന്ന് പറഞ്ഞാൽ പേടിച്ചു. ലേക്കിൻ ബേട്ട ചാർലിനെ, എന്നാൽ എൻ്റെ മകൻ ചാർലി തോടി ദേർമേ, കുറച്ചു നേരത്തേക്ക് ദർശകോക്കി ഗുഷ്, ആൾക്കാരുടെ സന്തോഷം കന്നലക, സന്തോഷിപ്പിക്കാൻ തുടങ്ങി. അതായത് ചാർലി മറ്റുള്ളവരുടെ സന്തോഷം എന്താക്കാൻ തുടങ്ങി, വളരെയധികം അവരെ സന്തോഷിപ്പിക്കാൻ തുടങ്ങി. അതിൽ അമ്മ എന്തായി, വളരെയധികം സന്തോഷിച്ചു. ഉസ്നെ ഗീത് ഗാക്ക് അഭിനയ കർ, അതായത് അവൻ പാട്ട് പാടുകയും അഭിനയിച്ചു കാണിക്കുകയും ഗായകോക്കി നക്കൽ ഉദാഹരണ, ആ ഗായകൻ തന്നെ എന്താ പാട്ട് പാടുന്നവരെ പോലും അവൻ എന്താക്കി അവിടെ അവതരിപ്പിച്ച് കാണിച്ചു. സബ്കോ ഖുഷ് കർനെ ലഗ, എല്ലാവരെയും അവൻ എന്താക്കി, സന്തോഷിപ്പിച്ചു. ഉസ്നെ മേരി ഫട്ടി ആവാസ് കി ബി നക്കൽ ഉദാഹരണ, അവൻ എൻ്റെ സൗണ്ട് പോലെ, അതായത് ഞാൻ സ്റ്റേജിൽ എങ്ങനെയാണോ ചെയ്തത്, എൻ്റെ ആവാസ് എന്തായിരുന്നു അമ്മയുടെ ആ സമയത്ത്, ഫട്ട് ഫട്ക്ക്, അതായത് മുറിഞ്ഞു പോകുന്ന ഒരു സംഭവമായിരുന്നു അമ്മക്കുണ്ട്. അതുപോലും അവൻ എന്താക്കി കാണിച്ചു എന്നാണ് ആര് പറയുന്നത്, അമ്മ പറയുന്നത്. ലോകോനെ മഞ്ച് പർ പൈസ ബർസായ, ആളുകൾ സ്റ്റേജിലേക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ എറിയാൻ തുടങ്ങി. ഇസ് പ്രകാർ, ഇതുപോലെ മേരി ആവാസ്, എൻ്റെ സൗണ്ടും ഫട്നെ പർ ഷോർ മച്ചാനെ വാല ലോകോക്കോ മേരാ ചോട്ടാ ബച്ച അപ്നെ നിയന്ത്രണം കിയ, അതായത് എൻ്റെ സൗണ്ട് കേട്ടിട്ട് ആൾക്കാർ വളരെയധികം ക്രോധിതമാകുകയും വളരെയധികം ലജ്ജിക്കുകയൊക്കെ ചെയ്തിരുന്നപ്പോൾ മേരി ചോട്ടെ ബച്ച, എൻ്റെ മോൻ അവരെന്താക്കി, നിയന്ത്രണത്തിലാക്കാൻ തന്നെ എന്താ, അവൻ്റെ കൈകളിലാക്കി മാറ്റി. മേരി ഹാലത് പർ മേ ബഹുത് ദുഃഖ്, എൻ്റെ അവസ്ഥയിൽ ഞാൻ വളരെയധികം എന്താണ്, ദുഃഖിക്കുന്നുണ്ട്. അപമാൻ കാ അനുഭവ കർ രഹി, അപമാൻ, അതായത് ഒരാൾ സ്റ്റേജിൽ കയറിയിട്ട് അവരെ അപമാനിച്ചു. അപ്പൊ അത് ആ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് എന്തായിരിക്കും, വളരെയധികം അപമാനകരമായിരിക്കും. അപ്പൊ അവർക്ക്, അതായത് ചാർലിന്റെ അമ്മക്ക് അത് വളരെയധികം സങ്കടമായി. അപ്പൊ അതാണ് അവർ പറയുന്നത്, ലേക്കിൻ മേരെ ബേട്ടേനെ സ്റ്റേജ് സംഭാല, എന്നാൽ എൻ്റെ മകൻ ആ സ്റ്റേജിന് എന്താക്കി, സംഭാല, അതായത് അവന്റെ കൈകളിലാക്കി മാറ്റി.
യേ മേരാ ആഖിരി കാര്യക്രമേ, ഇതെന്റെ അവസാനത്തെ പരിപാടിയായിരുന്നു. ആസ്കാ ദിൻ മുझे ദുഃഖ और സുഖ दिन है, ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷത്തിന്റെയും അതേപോലെ ഒരു ദുഃഖത്തിന്റെയും സങ്കടമാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാരണം? സന്തോഷമുണ്ട് ദുഃഖമുണ്ട് എന്ന് പറയാൻ എന്താ കാരണം? അതെന്താ വെച്ചാല് ചാർലി ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറിയപ്പോൾ തന്റെ മകനെ ഓർത്തിട്ട് ആർക്ക് സന്തോഷം വന്നു? തന്റെ അമ്മക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്താണ് ഖുഷി ഉപയോഗിച്ചത്. ദുഃഖം എന്തുകൊണ്ടാ? ചാർലിന്റെ അതായത് തൻ്റെ ഷോ വളരെ മോശകരമായിട്ട് അതിൻ്റെ അവസ്ഥയിൽ അമ്മക്ക് സ്റ്റേജിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വന്നു. അതാണ് അവർക്ക് ദുഃഖകരമായിട്ട്. അപ്പോൾ ഖുഷി തൻ്റെ മകൻ ആദ്യമായി സ്റ്റേജിൽ കയറിയതിൻ്റെയും ദുഃഖം തൻ്റെ അവസാനത്തെ സ്റ്റേജ് ഷോ ആയിരുന്നു. കാരണം അവിടുത്തെ കാണികൾ അവരെ വളരെയധികം മോശമായി ചിത്രീകരിച്ചു. ഇസ്കെ ബാരേമേ, ഇതിനെക്കുറിച്ച് സോചിക്ക് ചിന്തിച്ചിട്ട് ഖുഷി സേ, സന്തോഷത്തിൽ മുझे नींद भी नहीं आता, എനിക്ക് സന്തോഷം കൊണ്ട് ഉറക്കം പോലും വരുന്നില്ല. അപ്പം ഈ പാരഗ്രാഫ് ഇങ്ങനെ തന്നെ എന്താക്കണം, നിങ്ങൾ എഴുതണം. ഫസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെ എഴുതുക, സെക്കൻഡ് പാരഗ്രാഫ് ഇങ്ങനെ. ഇവിടെ എന്താക്കണം, ദുഃഖമുള്ളടത്ത് ഖുഷിന്നാക്കി മാറ്റാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണേ, പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി ഓക്കെ, ഉസേ ലേനെ ആയി, അമ്മ അവനെ ലേനെ ആയി. അതായത് അവൻ സ്റ്റേജിലായിരുന്നല്ലോ, അതായത് ചാർലി സ്റ്റേജിലായിരുന്നല്ലോ. ചാർലിയെ വിളിക്കാൻ വേണ്ടിയിട്ട് അമ്മ സ്റ്റേജിലേക്ക് വന്നു. ഫാത്തിക്ക് ഉസ്, അതായത് ഉസ് എന്നുള്ളത് എന്താണെന്നാ വരക്കാൻ പറഞ്ഞത്. അപ്പം ഇതിൽ ഉസേ എന്നുള്ളത് ഉസേ എന്നുള്ളത് ഏത് സർവനാമാണ്? ഈ ഉസേ എന്നുള്ളത് ഏത് സർവനാമാണ്? യഹ് ആണോ, വേ ആണോ, വഹ് ആണോ? ഏതായിരിക്കും? വേഗം പറയും നിങ്ങൾ. ഈ ഉസേ എന്നുള്ളത് ഏത് സർവനാമാണ്? വേഗം പറയും. ഏതാ? വേഗം പറയും, വേഗം വേഗം, നമുക്ക് സമയമില്ല. വേഗം പറയും, വേഗം. ഏതാ? യഹ് ആണോ, വേ ആണോ, വഹ് ആണോ? വേഗം വേഗം പറയാം മക്കളെ. യഹ് ആണോ, വേ ആണോ, വഹ് ആണോ? മിന്നൂസ് മൈൻഡ് ആക്കോ. ഓ ഹലോ മിന്നൂസ്, വേഗം പറ എല്ലാവരും. ഇത് ഏതായിരിക്കും? യഹ് ആണോ, വേ ആണോ, വഹ് ആണോ? എ ആണോ, ബി ആണോ, സി ആണോ? വേഗം, ഒരു ഉത്തരല്ലേ, നിങ്ങളൊന്ന് പറ ഏതായിരിക്കും? വേഗം വേഗം പറ മക്കളെ. ഏതാ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഉത്തരം പറ. എ ആണെങ്കിൽ എ എന്ന് പറയാം. ദേ ഇത് ബി, ഇത് സി. നിങ്ങൾക്ക് അറിയുന്ന ഉത്തരാണ് പറ. ഏതാ? മാൻ പറ. എ ആണോ, ബി ആണോ, സി? ഇതെന്താ ആരൊന്നും മിണ്ടാത്ത? നിങ്ങൾ ഇത്ര മിണ്ടാതിരിക്കുന്നോല. ഇന്നത്തെ ആക്റ്റീവ് ആവേണ്ട ഇന്നത്തെ കാലത്ത്. അപ്പൊ ഇങ്ങനെ മിണ്ടാതിരുന്നാലോ? വേം പറ. ഏതാ? സി ആണോ? സി എന്ന് പറയുന്നുണ്ട്. ഷമീന സിദ്ദീഖ് സിയാ പറയുന്നത്. വേറെ ആരാ? വേം പറ. ഒരാള് മാത്രം അങ്ങനെ പറയുന്ന, ബാക്കിയുള്ളവരൊന്നും മിണ്ടുന്നില്ലല്ലോ. വേം പറ, ഏതായിരിക്കും? എ ആണോ, ബി ആണോ, സി ആണോ? വേഗം ഒരാൾ മാത്രം കമന്റ് ചെയ്യാ. അങ്ങനെയാണോ ചെയ്യാ? ഒരാൾ മാത്രമാണോ കമന്റ് ചെയ്യാ? ആണോ? നിങ്ങളൊന്നും കമന്റ് ചെയ്യൂല? പറ വേഗം, നമുക്ക് സമയം എടുക്കണം. ഓക്കെ, സമയം ഓക്കെ, ബി. ഷാദിയ ബിയ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, വ എന്ന് പറഞ്ഞത് ആരാ? ഷമീന സിദ്ദീഖാണ് സി എന്ന് പറഞ്ഞത്. ക്ലാപ്പ് കൊടുക്കാവിന് അവർക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദർശകോനെ ദേർത്തെ ഗഡേ ഹോക്കർ, ആൾക്കാര് ദർശകോനെ അവിടെ നിന്ന ആൾക്കാര് ഗഡേ ഹോക്കർ നിന്നുകൊണ്ട് താലിയാം ക്യോ ബച്ചായേ? താലിയാം എന്ന് പറഞ്ഞാൽ എന്താ? കയ്യടിക്ക. താലിയാം എന്ന് പറഞ്ഞാൽ എന്താ? കയ്യടിക്ക. എന്തുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാർ അവനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചത്? എന്തുകൊണ്ടാ? പറ, എന്തുകൊണ്ടാ? നോക്കാം. ചാർലിനെ ദർശകോൻ സേ, ചാർലി അവിടുത്തെ ആൾക്കാരെ ബാത്ചീത് സംസാരിച്ചു. അവിടുത്തെ ആൾക്കാരുമായിട്ട് ചാർലി സംസാരിച്ചു. നിർത്തിക്കിയ എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിച്ചു. ഓർ പിന്നെ അപ്നി മാ സൈത് കൈ ഗായകോ കി നക്കലുദാരി, അപ്നി മാ തൻ്റെ മകൻ്റെയും അതേപോലെ തന്നെ അവിടെ പാടുന്ന, അതായത് പാട്ട് പാടുന്ന ആൾക്കാരെ പോലും അവൻ എന്താക്കി? അഭിനയിച്ചു കാണിച്ചു കൊടുത്തു. ഈ ദർശകോനെ, അതുകൊണ്ട് അവിടുത്തെ ആൾക്കാര്
देर तक खड़े होकर അത്രയും നേരം നിന്നുകൊണ്ട് താലിയാം ബജായി താലിയാം എന്ന് പറഞ്ഞാൽ കൈയടിച്ചു. എന്തുകൊണ്ടാ കൈയടിച്ചത്? അവരെന്താക്കി? അവൻ സംഭാഷണം എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ ചെയ്തു, അതേപോലെ നൃത്തം ചെയ്തു, അതേപോലെ തന്നെ അവൻ തൻ്റെ അമ്മ സ്റ്റേജിൽ കയറിയപ്പോൾ തൻ്റെ അമ്മയുടെ അവസ്ഥയും അതേപോലെ അവിടുത്തെ പാട്ട് പാടുന്ന ആൾക്കാരെയൊക്കെ അവൻ എന്താക്കി? അനുകരിച്ചു കാണിച്ചു. അതിൽ ജനങ്ങൾ വളരെയധികം എന്തായി? സന്തോഷിച്ചു. അവന് താലിയാം കടയൊക്കെ അവിടുത്തെ ദർശകര് കടയൊക്കെ നിന്നുകൊണ്ട് അവൻ എന്തായി? കുറേ നേരം കൈയടിച്ചു കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ ഇതുവരെ എടുത്തത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇതുവരെ എടുത്തല്ലേ ഉണ്ടോ? ഉണ്ടേ പറയണേ, എന്നാ ഞാൻ ഒന്നുകൂടി എടുത്തരുണ്ട് കേട്ടോ നിങ്ങൾക്ക്. ओके नेक्स्ट, उचित विकल्प चुनकर वाक्यों की पूर्ति करें. लोग चिल्लाने लगा, ആളുകൾ ഒച്ച വെക്കാൻ തുടങ്ങി. തബ് മാ എന്തായിരിക്കും അവിടെ വരിക? പറ. ലോക് ചില്ലാനേ ലഗേ, ആളുകൾ ഒച്ച വെക്കാൻ തുടങ്ങി. മാ തബ് മാ എന്തായിരിക്കും? പറയ്, എന്തായിരിക്കും വരിക? പറ, നിങ്ങൾക്ക് അറിയാൻ മതിയോ? പഠിച്ചതല്ല, അപ്പം നിങ്ങൾക്ക് അറിയാൻ മതിയോ? എന്തായിരിക്കും? അറിയോ? തബ് മേരി മാ റോനെ ലഗി, അപ്പോൾ എൻ്റെ അമ്മ കരയാൻ തുടങ്ങി. അതായത് അവിടുത്തെ ആളുകളെ ഒച്ച വെച്ചപ്പോ എൻ്റെ അമ്മ എന്താക്കാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. റോനെ എന്ന് പറഞ്ഞാൽ എന്താ? കരയാൻ തുടങ്ങുക, കരച്ചിൽ വരിക. ഓക്കെ, അടുത്ത് നമൂനയ്ക്ക് അനുസാർ വാക്യോക്കോ പൂർത്തി കരെ. അതായത് താഴെ തന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ താഴെ തന്നിരിക്കുന്നതിലെ ശരിയായിട്ടുള്ളത് നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. ബച്ച മൈദാൻ മേ ഗേൽനെ ലഗ, കുട്ടി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അധികം വരും. കുട്ടികളെ മൈതാനത്ത് ഗേൽനെ ലഗ, കളിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ബച്ചി മൈദാൻ മേ ഇവിടെ എന്തായിരിക്കും വരിക? നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറച്ച് ഗ്രാമർ, കുറച്ച് പറഞ്ഞാല് ഇതിലെന്തോ ഒന്ന് ചെയ്താല് ഇവിടെ കിട്ടും. പറ, എന്തായിരിക്കും അത്? പറ, വേഗം വേഗം. നിങ്ങൾക്കൊക്കെ അറിയുന്നതാ. ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്താക്കാം? ഇവിടെ കിട്ടും. പറ, ഇവിടെ അത് ശ്രദ്ധിച്ചു നോക്ക്, എന്തായിരിക്കും? അറിയോ? അപ്പൊ ഇവിടെ എന്താ വരാ? ഗേൽനെ ലഗേ അല്ലേ? കാരണം ഇവിടെ ബച്ചിയാണ്, കുട്ടിയാണ്, പെൺകുട്ടിയാണ്. ബച്ചി പെൺകുട്ടി, അതായത് പെൺകുട്ടീനാണ് അവിടെ, സ്ത്രീലിംഗാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഗേൽനെ ലഗി, കളിക്കാൻ തുടങ്ങി. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് സഹി വികൽപ് ചുൻകർ ലിഖേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നോക്കാം. ഇതിൽ ഇസ്കെ നമുക്ക് കിട്ടേണ്ടത് ഇസ്കോ ആണ്. ഇസ്കോ കിട്ടണമെങ്കിൽ എ പ്ലസ് കെ ആണോ, എ പ്ലസ് കോ ആണോ, എ പ്ലസ് കെ ആണോ, എ പ്ലസ് കോ ആണോ? ഏതായിരിക്കും? നിങ്ങൾ പറയും. ഇതിൽ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? പറ മക്കൾ, പറ, ഏതാ ശരി? പറ, ഏതായിരിക്കും? പറ, ഏതായിരിക്കും? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എന്ത് വരുമ്പോഴാണ് നമുക്ക് ഈ ഇസ്കോ കിട്ടുക? എ പ്ലസ് കെ ആണോ, അല്ലെങ്കിൽ എ പ്ലസ് കോ ആണോ, അല്ലെങ്കിൽ എ പ്ലസ് കെ ആണോ, അല്ലെങ്കിൽ എ പ്ലസ് കോ ആണോ? എന്ത് വരുമ്പോഴാണ് നമുക്ക് കിട്ടുക? വേഗം 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 പറ. നിങ്ങൾ വളരെ ഇതാട്ടോ, സ്ലോ ആണേ. വേഗം പറ ഉത്തരം, വേഗം. ഹനിയാസിന് എന്തേ ഡൗട്ട്? വേഗം. അറിയില്ല ഏതായിരിക്കും? വേഗം പറ. ഞാൻ പറയട്ടെ? നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ലേ? ഞാൻ പറയാൻ പോവാണേ. എ പ്ലസ് കോ ആണ് എന്താവാ? ഇസ്കോ. അതേപോലെ വഹ് പ്ലസ് കോ എന്തായിരിക്കും? വഹ് പ്ലസ് കോ എന്തായിരിക്കും? വഹ് പ്ലസ് കോ എന്തായിരിക്കും? എന്തായിരിക്കും? ഇത് ഇസ്കോ ആണെങ്കിൽ വഹ് പ്ലസ് കോ എന്തായിരിക്കും?
ഇത് ഈ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഉ അല്ലേ? ഈ ഉ ഉസ്കോ. അപ്പം verb plus को उसको. ഓക്കെ. ഈ നെക്സ്റ്റ് സിദ് കർണ കാ മത്ലബ്. സിദ് കർണ എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെയധികം ഇങ്ങനെ ഇമോഷണൽ പെടുത്തുക. അപ്പൊ എന്തായിരിക്കും? ഹദ് കർണ, പ്രശംസ കർണ, ബാസ് കർണ, ഹവാല കർണ. ഏതാ? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? ഏതാ? ഹായ് പറ, വേഗം പറ. അസ്ഫിയ ഹായ്. വേഗം പറ, ഇത് വേഗം പറ. ഇതിലേതാ ശരി? സിദ് കർണയിലെ പറ്റിയത് ഏതാ? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? പറ വേഗം വേഗം. നമുക്ക് സമയമില്ലേ, വേഗം എടുക്കണം. വേഗം പറ. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? ഏതായിരിക്കും? സിദ് കർണ കാ മത്ലബ് ഹദ് കർണ, അതായത് ഹദ് കർണ. സിദ് കർണന്റെ മത്ലബ് ഹദ് കർണ. ഓക്കെ. നെക്സ്റ്റ് പ്രസിദ്ധ് के लिए प्रयुक्त शब्द. അതായത് പ്രസിദ്ധ് എന്ന് പറഞ്ഞാൽ എന്താ? ഫേമസ്. ഫേമസിന് പറ്റിയ വേർഡ് ഇതിൽ ഏതാണ്? ബച്ചാവ്, മഷൂർ, ചല്ല, മുഹാസി, മുബാഹിസ. മുബാഹിസ ആണോ, ചല്ലയാണോ, മഷൂറാണോ, ബച്ചാവാണോ? ഇതെങ്കിലും നിങ്ങൾ പറയും. കാരണം നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പ്രസിദ്ധ്. പ്രസിദ്ധിന് പറ്റിയ വേർഡ് ഇതിൽ ഏതാ? പറ വേഗം വേഗം. വേഗം പറ മക്കളെ, വേഗം വേഗം പറ. ഏതാ? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? ഒരാളാണ് ആകെ കമന്റ് ചെയ്ത്. ആര്യ, പിന്നെ ഷിദിന പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞ? വേഗം 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 പറ. ഹനിയ പറഞ്ഞിട്ടുണ്ട്. വേഗം വേഗം. ആകെ ഈ 3 ആൾ മാത്രമുള്ള പറയേ, വേറെ ആരും ഇല്ലേ? വേഗം. അസ്ഫിയ പറഞ്ഞിട്ടുണ്ട്. വേഗം മക്കളെ, വേഗം. സ്പീഡ് സ്പീഡ് സ്പീഡ്. വേഗം പറ. എല്ലാരും ഒന്ന് ആക്റ്റീവ് ആവും. ഇതെന്താ ഇങ്ങനെ? നിങ്ങൾക്ക് ഇങ്ങനെയാണോ? തീരെ ആക്റ്റീവ് അല്ലേ? ക്ലാസ്സിലൊക്കെ ഇങ്ങനെയാ? വെരി സൈലന്റ് ഞങ്ങളൊക്കെ ആണോ? അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. ക്ലാസ്സിലൊക്കെ അങ്ങനെ സൈലന്റ് ആവാൻ വഴിയില്ലല്ലോ. ഇതെന്താ ഇവിടെ ഒന്നും സൈലന്റ് അല്ലാത്തേ? മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറയിട്ടോ, എന്നാലല്ലേ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ. മക്കള് വേഗം പറയും. ഏതാ? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? പറ. മഷൂർ ആണോ, ബച്ചാവാണോ, ചല്ലാണോ, മുഹാവിസ് ആണോ? നമുക്ക് നോക്കാം ആൻസർ. മഷൂർ. മഷൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഫേമസ്. പ്രസിദ്ധ് എന്ന് പറഞ്ഞാലും ഫേമസ്, മഷൂർ എന്ന് പറഞ്ഞാലും ഫേമസ്. അതില് ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ആര്യാണ്, സെക്കൻഡ് ഹനിയാണ്, പിന്നെ അസ്ഫിയ. ഓക്കെ, അവർക്ക് 3 ആക്കും ഒരു ക്ലാപ്പ് കേട്ടോ. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഡയറി പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മാനേജർ ഓർ മാക്കി ബാത്ചീത്ത്. അമ്മയും മകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നോട്ട് ചെയ്യണം. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്ന് ഡയറി, ഒന്ന് കോൺവെർസേഷൻ. കാരണം ഇത് നിങ്ങൾ പഠിച്ചു പോയ ഉറപ്പാണ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഉറപ്പ്, ഷുവറായിട്ടും. കാരണം നമ്മൾ അത്രയും, അതായത് നിങ്ങൾക്ക് ഗവൺമെൻറ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നമ്മൾ എടുക്കുന്ന സബ്സെ ബഡാ ഷോമേലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഡയറി, ഒന്ന് അതേപോലെ കോൺവെർസേഷൻ. ഓക്കെ, നമുക്ക് തുടങ്ങാം. മാനേജർ, ആ ക്യാ ഹോ ഗയാ? താങ്കൾക്ക് എന്തു പറ്റി? അതായത് അമ്മയും മാനേജറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അപ്പൊ മാനേജർ ചോദിക്കാണ്, അപ്പോ ക്യാ ഹോ ഗയാ? താങ്കൾക്ക് എന്തു പറ്റി? മാ ജി നെഹി മാലൂം, മേരി ആവാസ് ഫട്ട് ജാത്തി ഹൈ. എനിക്കറിയില്ല, എന്റെ ശബ്ദം എന്തോ മുറിഞ്ഞു പോയി. മാനേജർ, ആപ് ഗാനെ ക്യോं छोड़ दिया? താങ്കൾ എന്തിനാണ് ആ പാട്ട് അവിടെ നിർത്തി പോകുന്നത്? മാഫ് കീജിയെ, ക്ഷമിച്ചാലും. മേ ഗാന नहीं गा सकती, എനിക്ക് പാട്ട് പാടാൻ കഴിയില്ല. मैनेजर, आप क्यों कर रहे हैं? लोग बहुत शोर मचा रहे हैं, आप क्या करें? ഇനി എന്ത് ചെയ്യും? അതായത് മാനേജർ ചോദിക്കാണ്, ഇനി എന്ത് ചെയ്യും? लोग बहुत शोर मचा रहे, ആൾക്കാർ ബഹളം ഉണ്ടാക്കുകയാണ്. മാ आप ही बताइए, താങ്കൾ തന്നെ പറഞ്ഞാലും, बताइए പറഞ്ഞാലും, आप ही താങ്കൾ തന്നെ പറഞ്ഞാലും, मुझे क्या करना है? എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മാനേജർ, ചാർലി को स्टेज पर भेज दो. ചാർലി എന്താക്കാം? നമുക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവരാം.
माँ चार्ली को चार्लिയെയോ नहीं वो तो छोटा बच्चा है അദ്ദേഹം അവൻ ചെറിയ കുട്ടിയല്ലേ അവൻ എങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരും അവൻ ചെറിയ കുട്ടിയല്ലേ ആരത് പറയുന്നത് അമ്മ മാനേജർ तो क्या അതിനെന്താ उसने आपके कुछ दोस्तों के सामने अभिनय करते देखा അതായത് താങ്കളുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് മുമ്പിൽ അവൻ എന്താക്കി കാണിച്ചിരുന്നു അഭിനയം കാണിച്ചിരുന്നു ഓക്കെ അതാണ് കോൺവെർസേഷൻ ഓക്കെ ക്ലിയർ ആണോ മക്കളെ ഒന്നുകൂടി പറഞ്ഞേണ്ട ആവശ്യമുണ്ടോ പറഞ്ഞേണ്ട ആവശ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പറ മക്കള് പറ ഇനി പറഞ്ഞേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അടുത്തയിലേക്ക് പോവാ റെഡി അല്ലേ ഓക്കെ ഇനി ഇങ്ങനത്തത് എന്തിനാ ഞാൻ ഇട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ചാപ്റ്ററിൽ ഇല്ലല്ലോ മിസ്സേ പിന്നെ എന്തിനാ ഇതൊക്കെ ഇടുന്നതെന്ന് ചോദിക്കും പക്ഷേ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ SLCയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയല്ലോ ഓണപരീക്ഷ എഴുതിയതല്ലേ അപ്പോൾ ഓണപരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചില ഗ്രാമേഴ്സ് ചോദിക്കുന്നുണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഗ്രാമേഴ്സ് ചോദിക്കാറുണ്ട് ഇല്ലേ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാമേഴ്സ് ഉണ്ടാവല്ലേ കാണാറില്ലേ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്ക് 3 മാർക്കിനൊക്കെ ഗ്രാമേഴ്സ് ചോദിക്കാറുണ്ട് ഇല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗ്രാമർ തന്നെ ഇട്ടത് കേട്ടോ അപ്പൊ അടുത്ത് സഹി വാക്യ ചുൻകലിക്ക് ശരിയായിട്ടുള്ള വാക്ക് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത് ചാർലി ഗീത് ഗാനേ ലഗ ചാർലി പാട്ട് പാടാൻ തുടങ്ങി ചാർലി ഗീത് ഗാനയിലേക്ക് ചാർലി ഗീത് പാട്ട് ഗാനയിലേക്ക് പാടി തുടങ്ങി ചാർലി ഗീത് ഗാനയിലേക്ക് ചാർലി പാടാൻ തുടങ്ങി ചാർലി ഗീത് ഗാനാലകെ ഇതിൽ ഏതായിരിക്കും ശരി ഇതിലൊന്നാണ് ശരി മീനിങ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപോലെ തോന്നും ഒരുപോലെ ആയിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ മീനിങ്സ് ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക അല്ലേ നിങ്ങൾക്ക് ഒരുപോലെ അല്ലേ മീനിങ്സ് തോന്നിയത് ഇതിലിപ്പോൾ എന്താ ഡിഫറെൻ്റ് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക അല്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്തോ ഒരു ഡിഫറെൻ്റ് ഉണ്ടെന്ന് ഏതാ മക്കളെ ശരി റെഡ് ബാറ്റ് 1 ഹനിയ 2 ആര്യ 1 പറ ഇതില് റെഡ് ബിറ്റ് 1 പറഞ്ഞിരിക്കുന്നത് ഹനിയ 2 പറഞ്ഞിരിക്കുന്നത് ആര്യ 1 പറഞ്ഞിരിക്കുന്നത് പറ വേഗം പറ ഇതിൽ ഏതായിരിക്കും ശരി ആകെ 3 ആള് മാത്രമാണ് പറഞ്ഞത് വേറെ ആരും പറഞ്ഞിട്ടില്ലേ വേഗം പറ അറിയോ ഉത്തരം നോക്കാം ചാർലി ഗീത് ഗാനേ ലഗ ഈ ഉത്തരം പറഞ്ഞാൽ ആരൊക്കെ ഇനി അടുത്ത് സഹി മിലൻ കരെ നിങ്ങൾക്കറിയാം ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സഹി മിലൻ മസ്റ്റ് ആയിട്ട് ഉണ്ടാവും നിങ്ങൾക്കറിയാം അല്ലേ അപ്പം സഹി മിലൻ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് നമുക്ക് ചെയ്യാം അങ്ങനെയാണെങ്കിൽ മാനേജർ ചാർലി കോ ദേഖ ഇതിൽ ഏതാണ് ഫസ്റ്റ് സെക്കൻഡ് ഇതിന് പറ്റിയത് എത്രാമത്തെയാണെന്ന് പറയും പറ ഒന്നിന് പറ്റിയത് ഏതാ അതിൽ നിങ്ങൾക്ക് പറ ഒന്നിന് പറ്റിയത് ഏതാ വേഗം പറ ഒന്നിന് പറ്റിയത് ബി കോളത്തിൽ 5 ആണോ 6 ആണോ 7 ആണോ 8 ആണോ വേഗം പറ ഇനി നിങ്ങൾ വിചാരിച്ച ഉത്തരം എങ്ങനെയാണോ ആണോ ഒരു ഓക്കെ പറയും എല്ലാവരും ആണെങ്കിലും ഓക്കെ പറയും നിങ്ങൾ എങ്ങനെയാണ് വിചാരിച്ചെങ്കിൽ പെട്ടെന്ന് ഓക്കെ പറയും ഓക്കെ മാനേജർ ചാർലിക്കോ മഞ്ച് पर लगाया മാനേജർ ചാർലിയെ എങ്ങോട്ട് കൊണ്ടുപോയി സ്റ്റേജിലേക്ക് കൊണ്ടുപോയി माँ की आवाज फटकर അമ്മയുടെ ശബ്ദം മുറുകി फुसफुसाहट में बदल गई ഇടറി പോകാൻ തുടങ്ങി ചാർലിനെ ഗീത് ഗായ ചാർലി പാട്ടുപാടി शुरू कर दिया പാട്ട് പാടാൻ എന്താക്കി शुरू कर दिया സ്റ്റാർട്ട് ചെയ്തു धुन के अनुसार गाना सज गया അതായത് അത്രയും നല്ല മഹോൾ അതായത് അലങ്കരിച്ച മഹോള് അത്രയും ഇതാക്കിയ മഹോളിനെ എന്താക്കി വളരെ നന്നായിട്ട് അലങ്കരിച്ചു ആര് ചാർലി ഓക്കെ ക്ലിയർ റെഡി അല്ലേ ഓക്കെ നെക്സ്റ്റ് ഓക്കെ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ ഇതിലേതാ अरे दर्शकों के प्रोत्साहन से गायिका को स्टेज छोड़ना पड़ा दर्शकों के अभिनंदन से गायिका को स्टेज छोड़ना पड़ा दर्शकों के अभद्र शोर से गायिका को सॉरी गायिका सॉरी मिस्टेक
ഗായിക എന്നാണ് കേട്ടോ. सॉरी टा मक्कले गायिका नाना गायिका को स्टेज छोड़ना पड़ा दर्शकों की तालियां बचाने से गायिका को स्टेज छोड़ना पड़ा ഇതിൽ ഏതായിരിക്കും മക്കൾ പറ ഏതായിരിക്കും എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ മക്കൾ ഇങ്ങനെ വിചാരിക്കുന്നത് ഇത് എന്താ ഇങ്ങനെ സഹി മിലൻ മാത്രമേ ഉള്ളൂ എന്ന് ഇതെന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് തന്നെ അറിയാം ഓണപരീക്ഷ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയാം ക്വസ്റ്റ്യൻ പേപ്പർ പല ക്വസ്റ്റ്യൻ പേപ്പറും ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം സഹി മിലൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻസും ഇല്ല മാത്സ് അപ്പോൾ മസ്റ്റ് ആണ് എല്ലാ ക്വസ്റ്റ്യനും എന്തെങ്കിലും ഒരു 3 മാർക്ക് 4 മാർക്ക് മസ്റ്റ് അല്ലേ നിങ്ങൾക്ക് അറിയുന്നല്ലേ നിങ്ങൾ എഴുതിയിട്ടൊക്കെ ഉള്ളവരല്ലേ അങ്ങനെയാണ് ഇത് പറയാം ഇതിൽ ഏതായിരിക്കും ഉത്തരം മീനിങ് പറയണോ ദർശകത്തെ പ്രോത്സാഹൻസെ അതായത് ആളുകളെ പ്രോത്സാഹിച്ചപ്പോൾ അതായത് അവിടുത്തെ ആളുകൾ കാണികൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഗായികക്കോ സ്റ്റേജ് ചൂടന പട ഗായിക ആ പാട്ടുകാരി അതായത് ചാർലിന്റെ അമ്മക്ക് സ്റ്റേജിൽ നിന്ന് പുറത്താകേണ്ടി വന്നു അതാണോ അല്ലെങ്കിൽ ദർശകോക്ക് അഭിനന്ദൻസെ ദർശക കാണികൾ അഭിനന്ദിച്ചപ്പോ ഗായികക്കോ ആ പാട്ടുകാരി അതായത് ചാർലിന്റെ അമ്മക്ക് സ്റ്റേജ് ചോടന പട സ്റ്റേജിൽ നിന്ന് പുറത്താകേണ്ടി വന്നു ദർശകോക്ക് അഭദ്ര ഷോർസെ കാണികളുടെ അസഹനീയമായിട്ടുള്ള ശബ്ദം കേട്ടിട്ട് ഗായികക്കോ ആ പാട്ടുകാരിക്ക് സ്റ്റേജ് ചോടന പട സ്റ്റേജിൽ നിന്ന് പുറത്താകേണ്ടി വന്നു ദർശകോക്ക് താലിയാ ബച്ചാനസെ ആൾക്കാർ അതായത് അവിടുത്തെ കാണികൾ കൈയടിച്ചത് കൊണ്ട് ഗായികക്കോ ആ പാട്ടുകാരിക്ക് ചാർലിന്റെ അമ്മക്ക് സ്റ്റേജിൽ നിന്നും പുറത്താകേണ്ടി വന്നു ക്ലിയർ ആണോ മീനിങ് ഹനിയ മീനിങ് ക്ലിയർ ആണോടാ ഓക്കെ ഇതിലേതാ വേഗം പറ ഓക്കെ അതിന്റെ മീനിങ്സ് ദർശകോനെ ഷോർ സെ ഗായികക്കോ സ്റ്റേജ് ചോർന പട ഓക്കെ ഇതിൽ റെഡ് ബാറ്റ് ആണ് ഫസ്റ്റ് പറഞ്ഞത് പിന്നെ പറഞ്ഞത് സജിനാണ് പിന്നെ പറഞ്ഞത് ആര്യാണ് വെരി ഗുഡ് ഓക്കെ നെക്സ്റ്റ് ओके चार्ली चैपलिन के जीवनी सबसे बड़ा शोमैन लेखक कौन है चार्ली ചാപ്ലിന്റെ ജീവൻ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അവരുടെ പേര് അദ്ദേഹത്തിന്റെ പേരെന്താണ് ഗേ ചതുർവേദി ഓക്കെ ഗേ ചതുർവേദിയാണ് എന്ത് എഴുതിയത് ചാർലി ചാപ്ലിന്റെ ജീവനി എന്ന ആ സംഭവം എഴുതിയത് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ओके चार्ली स्टेज पर पहली बार आया ചാർലി സ്റ്റേജിൽ ആദ്യമായിട്ടാണ് വന്നത് നമ്മൾ ചാപ്റ്റർ എടുത്തപ്പോൾ പറഞ്ഞു ചാർലി ആദ്യമായിട്ടും അമ്മ അവസാനമായിട്ടാണ് വന്നതെന്ന് മാക്കി ആഖിരി ബാർ ക്യാ ബാർ ആഖിരി ബാർ അതായത് അവസാനപരമായിട്ടും മാ കാ ഷോ ആഖിരി ഹോ ജാനെ കാ കാരണം ക്യാ ഹൈ അമ്മയുടെ അവസാന ഷോ ആവാനുള്ള കാരണം എന്താണ് ചാർലി കാ ഷോ ഇത്നാ ശാൻദാർ താ ഷാർലിയുടെ ഷോ ഇത്രയും ശാന്ത എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിരുന്നു അതായത് ചാർലി ഷോ അതിമനോഹരമായിരുന്നു വാസി ചാർലി ബഡാ കലാകാർ ബൻ ഗയ അവിടെ നിന്നും ചാർലി ഏറ്റവും വലിയ കലാകാരനായിട്ട് മാറി അതായത് ഒരു കുട്ടി മിനിറ്റുകൾക്കുള്ളിൽ എന്തായി മാറി വലിയൊരു കലാകാരനായിട്ട് മാറി അതായത് അവന്റെ അമ്മ പോലെ എന്താക്കിയില്ല അങ്ങനെ ഒരു സംഭവമേ പ്രതീക്ഷിച്ചില്ല തന്റെ മകൻ ഇത്രയും പെട്ടെന്ന് എന്താവുന്ന് പ്രശസ്തയായി മാറുന്നു ആകെ സ്റ്റേജ് ഷോ കർണേ ലഗ എന്നിട്ട് ആ സ്റ്റേജിലെ ഷോ അവതരിപ്പിച്ചു മാക്കോ ഫിർ സ്റ്റേജ് ഷോ കർണേക്ക് ജറൂറത്ത് ന പടി അമ്മയ്ക്ക് സ്റ്റേജിൽ പിന്നെ ഒരു ഷോ അവതരിപ്പിക്കേണ്ട ഒരവസ്ഥ പോലും വന്നിട്ടില്ലായിരുന്നു अगले दिन स्थानीय अखबारों में इतना घटना पर रपट आई അതായത് ചാർലിയുടെ ഒരു ഷോ റെപ്പട്ട് അതായത് ഒരു ഇതായിട്ട് വന്നു അതെങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് ആക്കിയിട്ട് എഴുതുന്നുള്ളത് നോക്കാം അതായത് നിങ്ങൾക്കറിയാം ഈ റിപ്പോർട്ട് റെപ്പട്ട് എന്ന് പറഞ്ഞാൽ എന്താ സമാചാർ ന്യൂസ് റിപ്പോർട്ട് രണ്ടിന്റെയും മീനിങ് ഒന്നാണ് കേട്ടോ ഇനി സമാചാർ എന്ന് വന്നാലും ന്യൂസ് റിപ്പോർട്ടാണ് റെപ്പട്ട് എന്ന് വന്നാലും ന്യൂസ് റിപ്പോർട്ടാണ് കേട്ടോ ഓക്കെ ചാർലി കാ പെഹലാ ഷോ ചാർലിയുടെ ആദ്യ ഷോ ലണ്ടൻ के प्रसिद्ध थिएटर में पहली बार ലണ്ടനിലെ പ്രസിദ്ധ തിയേറ്റർ പ്രസിദ്ധമായിട്ടുള്ള തിയേറ്ററിലെ പഹലി ബാർ ആദ്യമായിട്ടാണ് കഥം രക്ക കഥം എന്ന് പറഞ്ഞാല് നമ്മള് ആദ്യമായിട്ട് അതായത് ലണ്ടനിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള തിയേറ്ററിൽ
ആദ്യമായിട്ട് 5 साल का बच्चा 5 വയസ്സുള്ള കുട്ടി ചാർലിനെ സ്റ്റേജ് पर जमात कर दिया. അതായത് 5 വയസ്സുള്ള കുട്ടി ആ ലെന്തെല്ലാം സ്റ്റോ എൻജാക്കി മാറ്റി, വളരെ ഫേമസ് ആക്കി മാറ്റി. മിനിറ്റുകൾക്കുള്ളിൽ അവൻ എന്താക്കി മാറ്റി? ആ സ്റ്റേജിനെ അത്ഭുതകരമായിട്ട് മാറ്റി. गाते वक्त अपनी माँ की आवाज फुर्सते हुए देखकर मैनेजर को साथ वह സ്റ്റേജ് पर लाया. അതായത് അവന്റെ അമ്മയുടെ ശബ്ദം കേട്ടിട്ട് അവൻ എന്താക്കി? സ്റ്റേജിലേക്ക് വന്നു. ചാർലി നിഷ്കളങ്കദാസെ ഗാ രഹാ താ. വളരെ നിഷ്കളങ്കമായിട്ടാണ് അവൻ എന്തായത്? പാടാൻ തുടങ്ങിയത്. ലോക് പ്രസന്ന ഹോക്കർ സ്റ്റേജ് पर पैसा फेंकने लगा. ആൾക്കാർ വളരെ സന്തോഷമായിട്ട് പൈസ ഒക്കെ എന്താക്കാൻ തുടങ്ങി? വലിച്ചെറിയാൻ തുടങ്ങി. അത്രയും നേരം അമ്മ പാടിയിട്ട് വളരെ സങ്കടപരമായിട്ടുണ്ട സ്റ്റേജ് അവൻ മിനിറ്റുകൾക്കുള്ളിൽ എന്താക്കി മാറ്റി? വളരെ അത്ഭുതകരമായിട്ട് മാറ്റി. बंद करके पैसा लगा. इस व्यवहार ने हाल को हासीगर बदलने किया. അതായത് ആ പാട്ടിനെ അവരെന്താക്കി മാറ്റി? വളരെ പൊട്ടിച്ചിരിയുള്ള വീടാക്കി മാറ്റി. इसके बाद അതിനുശേഷം ഉസ്നെ ദർശകോं से അതിന് അവൻ ആണികളോട് ബാത്ചീത് സംഭാഷണവും നൃത്തവും अपनी माँ സാഹിദ് കൈ ഗായകോं की നക്കൽ ഉതാരി. അവന്റെ അമ്മ അവതരിപ്പിച്ചതും മറ്റുള്ള പാട്ടുകാർ അവതരിപ്പിച്ചതും ഒക്കെ അവൻ എന്താക്കി? സ്റ്റേജിൽ അവതരിപ്പിച്ചു. ദർശകോനെ ഖുഷി സെ താലിയാൻ ബജായി. ദർശകൻ എന്തായി? അവന് കയ്യടി കൊടുത്തു. അഭിനന്ദൻ കിയ, അഭിനന്ദിച്ചു. ലോക് ദ, അതായത് അവിടുത്തെ ആൾക്കാരൊക്കെ അവൻ എന്താക്കി? അഭിനന്ദിച്ചു. ഉസ്മേ ഏക് മഹാൻ കലാകാർ കോ ദേഖ് ലിയ. അവിടെ അവരെ എന്താ അവിടെ കണ്ടത്? ഏറ്റവും വലിയ കലാകാരനെ അവര് കണ്ടു. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് അകാൽ और उसके बाद. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ക്ലാസ്സിലൊക്കെ എടുത്ത് എല്ലാവരും ഒക്കെ അറിയാൻ മതിയോ? അകാൽ और उसके बाद. അകാൽ और उसके बाद ആണ് ഇനി വരാൻ പോണ ചാപ്റ്റർ. അതിൽ ഒന്നുണ്ട് ഹരേക് സഭി കെ ലിയെ. ഓരോരുത്തരും എല്ലാവർക്കുമാണ്. ഹരേക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ. സഭി കെ ലിയെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. സബ് ഹരേക് കെ ലിയെ എല്ലാവരും ഓരോരുത്തർക്കും ഉള്ളതുമാണ്. സുനി, കേൾക്കൂ. പ്രകൃതി കി പുക്കാർ, പ്രകൃതിയുടെ ആ വിളി. അതായത് ഓരോരുത്തരും എല്ലാവർക്കുള്ളതും എല്ലാവരും ഓരോരുത്തർക്കുള്ള. അതായത് ഇന്ന് അകാൽ और उसके बाद എന്ന് പറഞ്ഞാൽ എന്താ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാലോ? അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം, उसके बाद എന്ന് പറഞ്ഞാൽ അതിനുശേഷം. അതായത് നമ്മൾ ഇപ്പോൾ ഭക്ഷിച്ച് നമ്മൾ ഒരു ജീവൻ നമ്മൾ നിലനിൽക്കണം, നമ്മൾ ഭക്ഷിക്കണം. അതേപോലെ തന്നെയാണ് ഓരോ ജീവജാലങ്ങളും കഴിച്ചാൽ മാത്രമേ എന്താവുള്ളൂ? അവരും നിലനിൽക്കുള്ളൂ, അല്ലേ? നമ്മൾ മാത്രം ഭക്ഷിച്ചാൽ മതിയോ? ഇല്ല. ലോകത്തെ എല്ലാ ജീവജാലങ്ങളും എന്താക്കണം? ഭക്ഷിക്കണം, വേണ്ടേ? തിന്നണം. കഴിച്ചാൽ മാത്രമേ അവർ ജീവൻ നിലനിൽക്കുള്ളൂ. അതായത് നമ്മളൊരു പ്രോസസ്സിങ് നിന്ന് പോയാൽ നമ്മുടെ താഴെത്തട്ടിലുള്ളവരുടെയും പ്രോസസ്സിങ് എന്താവും? നിന്ന് പോവും, ഓട്ടോമാറ്റിക്കലി നിന്ന് പോവും. കാരണം നമ്മൾ നമ്മളൊരു ഭക്ഷണം നമ്മളെ വേസ്റ്റിൽ കൊണ്ടിടുമ്പോൾ അത് ഭക്ഷിക്കാനായിട്ട് പല ആൾക്കാരും എന്താവും? വരും. പല ജീവികളും ജീവജന്തുക്കളും മൃഗങ്ങളും ഒക്കെ വരും അത് തിന്നാൻ. അവരതിൽ നിന്നാണ് എന്താക്കുന്നത്? തൻ്റെ ഭക്ഷണം കണ്ടെത്തുന്നത്. ഓക്കെ ഓക്കെ. അകാൽ और उसके बाद. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം, उसके बाद എന്ന് പറഞ്ഞാൽ അതിനുശേഷം. അതായത് അതിനുശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ 2 വരികളിൽ പറയാൻ പോകുന്നത്. നാഗാർജുനാണ് ഈ കവിത എഴുതിയത്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിത എഴുതുന്ന ആളാണ് നാഗാർജുന. ഓക്കെ, നമുക്ക് തുടങ്ങാം. കവിത സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണ് എല്ലാവരും? ഓക്കെ, നമുക്ക് ചാപ്റ്റർ തുടങ്ങാം മക്കളെ. റെഡി അല്ലേ? ഓക്കെ. കൈ ദിനോത്തെ, ഒരുപാട് ദിവസങ്ങളായി ചൂൽഹ റോയ. ചൂൽഹ എന്ന് പറഞ്ഞാൽ എന്താ? അടുപ്പ്. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്, റോയ എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ഒരുപാട് ദിവസങ്ങളായി ഓക്കെ. കൈ ദിനോത്തെ, ഒരുപാട് ദിവസങ്ങളായി ചൂൽഹ. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്, റോയ എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്, റോയ എന്ന് പറഞ്ഞാൽ കരഞ്ഞു. അടുപ്പ് കരഞ്ഞു. ചക്കി രഹി ഉദാസ്. ചക്കി എന്ന് പറഞ്ഞാൽ അരക്കല്ല്. നമ്മളെ വീട്ടിൽ പണ്ടുള്ളവർ ചെയ്തിരുന്ന അരക്കല്ല് ഓർമ്മയില്ല നിങ്ങൾക്ക്? അതാണ് ചക്കി.
ഉദാസ് എന്ന് പറഞ്ഞാൽ നിരാശനായി, നിരാശയോടെ. ഓക്കെ, നിരാശ. അതായത് ചക്കി എന്ന് പറഞ്ഞാല് അരക്കല്ല്, ഉദാസ് എന്ന് പറഞ്ഞാൽ നിരാശ. കൈ ദിനോൻ തക്, ഒരുപാട് ദിവസമായി ചുൽഹ ഉദാസ്, അതായത് ചുൽഹ റോയ, അടുപ്പ് കരഞ്ഞു. എന്തുകൊണ്ടാണ് അടുപ്പ് കരയാന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു വീട്ടില് ഭക്ഷണം വെക്കാൻ പോലും സാധനങ്ങളില്ല. അപ്പോ അടുപ്പിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറയും. ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ അടുപ്പല്ലേ വേണ്ടത്, അപ്പൊ അതില്ല, അവിടെ സാധനം ഇല്ലാതെ പിന്നെ എന്താക്കാം? അപ്പൊ അടുപ്പിന് സാധനം വെക്കാൻ പോലും സാധനം ഇല്ല. അപ്പൊ അത് റോയാന്ന് ഉദ്ദേശിച്ച കരഞ്ഞു. അവിടുത്തെ ആൾക്കാര് കരയാണ്, ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടുത്തെ ആൾക്കാര് വളരെയധികം സങ്കടപ്പെടാണ്. ചക്കിരൈ ഉദാസ്, അരക്കൽ എന്തായി? വളരെയധികം സങ്കടത്തിലായി. കൈ ദിനോത്തൽ, ഒരുപാട് ദിവസമായി. കാനി കുത്തിയ എന്ന് പറഞ്ഞാല് കണ്ണില്ലാത്ത പെൺപട്ടി. കാനി എന്ന് പറഞ്ഞാൽ കണ്ണില്ലാത്ത, കുത്തിയ എന്ന് പറഞ്ഞാൽ പെൺപട്ടി. സോയി ഉൻകെ പാസ്, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവൻ ആ പെൺപട്ടി അടുപ്പിന്റെ അടുത്ത് പോയിട്ട് എന്തായി? കിടന്നുറങ്ങി. ഇവിടെ കാനി കുത്തിയാം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ദാരിദ്ര്യത്തെയാണ് കാണിക്കുന്നത് ട്ടോ. ദാരിദ്ര്യമുള്ള ആൾക്കാരെയാണ് എന്താക്കുന്നത് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവരെന്താക്കാണ്? അങ്ങനെ കിടന്നുറങ്ങാണ്. കൈ ദിനോത്തൽ, ഒരുപാട് ദിവസങ്ങളായി. ബീത്തർ എന്ന് പറഞ്ഞാൽ ഭിത്തിയില്, ചിപ്കലിയാം കി ഗഷത്, ചിപ്കലിയ എന്ന് പറഞ്ഞാൽ പല്ലികൾ ഉലാത്ത. അതായത് ഈ പല്ലികൾക്ക് ഭക്ഷണം കിട്ടുന്നത് എങ്ങനെയാ? വെളിച്ചുണ്ടെങ്കിലാണ് അവർക്ക് ഭക്ഷണം കിട്ടുക അല്ലേ? പല്ലികൾക്ക് പൊതുവെ ഈ പ്രാണികളാണ് അവരുടെ ഏറ്റവും വലിയ ഭക്ഷണം. അപ്പൊ ഈ വെളിച്ചില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. അവരും എന്താവും? വളരെയധികം സങ്കടത്തിലാവും. അപ്പൊ അവരും ഭക്ഷണത്തെ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നടക്കാണ് ഭിത്തിയിലൂടെ. അതായത് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ നമ്മൾ കമ്പോസ്റ്റ് കുഴിയിലിടും. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കമ്പോസ്റ്റ് കുഴിയിലിടും. ആ കമ്പോസ്റ്റ് കുഴിയിൽ നിന്ന് ചിലപ്പോൾ ഭക്ഷിക്കാനോ, നമ്മൾ വലിച്ചെടുക്കുന്ന ഭക്ഷണങ്ങൾ ഭക്ഷിക്കാൻ മൃഗങ്ങളും അതേപോലെ ജീവജന്തുക്കളും പക്ഷികളും ഒക്കെ വരും. ഇവർക്ക് കിട്ടുന്ന ഭക്ഷണം കൊണ്ടാണ് നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണം കൊണ്ടാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? ജീവിക്കാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് ഭക്ഷണം ഇല്ലാഞ്ഞാൽ ഈ നമ്മളെ താഴെത്തട്ടുള്ളവർക്ക് എന്തില്ലാതെയാവും? ഭക്ഷണം കിട്ടാതെ അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതാണ് ചിപ്കലിയ. പല്ലികൾ പോലെ എന്താക്കുകയാണ്? ഭക്ഷണം കിട്ടാതെ ഉലാത്തുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കൈ ദിനോത്തൽ, ഒരുപാട് ദിവസമായി. ചൂഹം എന്ന് പറഞ്ഞാൽ എലി, ഹാലത്രേ ശിക്സത്ത്, അതായത് എലിക്ക് പോലും പരാജയമാണ്. എലിക്ക് പോലും എന്ത് കിട്ടുന്നില്ല? ഭക്ഷണം കിട്ടുന്നില്ല. ഈ 4 വരിയില് എന്താ പറയുന്നത്? ക്ഷാമത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഭക്ഷണം കിട്ടാത്ത മനുഷ്യന് അനുഭവിക്കുന്ന അവസ്ഥയെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഭക്ഷണമില്ലാഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 ദിവസം പോവാം. ഭക്ഷണം കിട്ടാൻ അറ്റ്ലീസ്റ്റ് 2 ദിവസം എന്നാട്ടെ പറഞ്ഞത്. ചിലപ്പോൾ 1 ദിവസം ആവാം. നമുക്ക് അത്രേ ജീവിക്കാമല്ലോ. ഭക്ഷണം എന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട്, അത് കിട്ടിയില്ലേ നമ്മളെ താഴെത്തട്ടുള്ളവർ പോലും എന്താവും? ഇല്ലാതെയായി പോവും. ഓക്കെ, ഇത് മനസ്സിലായോ മക്കളെ? മനസ്സിലായടാ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോണ ഈ 4 വരി ക്ഷാമത്തിന് ശേഷം ഇത് എന്താ? അകാലിനെ കുറിച്ചിട്ടാണ്. അകാൽ എന്ന് പറഞ്ഞാല് ക്ഷാമം. ഇത് ഉസ്കെ ബാദ്, അതിനു ശേഷം. ഓക്കെ, ദാനെ ആയേ ഗർക്കെ അന്തർ. ദാനെ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണങ്ങളായേ ഗർക്കെ അന്തർ, വീടിന് മുന്നിലെ ഭക്ഷണങ്ങൾ വന്നു. അതായത് ഒരു ക്ഷാമമായിരുന്ന അത്രയും നേരത്തേക്ക് പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് എന്ത് വന്നു? ഭക്ഷണം വന്നു. കൈ ദിനോക്കെ ബാദ്, കുറേ കാലത്തിന് ശേഷം അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം വന്നു. ദുവാ ഉടാം. ദുവാ എന്ന് പറഞ്ഞാല് പുക. ദാനെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ആയെന്ന് പറഞ്ഞാൽ വന്നു, ഉടാന്ന് പറഞ്ഞാൽ പറക്കുക കേട്ടോ. ആങ്കെന്ന് പറഞ്ഞാൽ മുറ്റം, ഊപ്പെന്ന് പറഞ്ഞാൽ മുകളിൽ. അതായത് ദുവ ഉട, പുക പടർന്നു. ആങ്കൻ സെ ഊപ്പർ, മുറ്റത്തിന്റെ, അതായത് മുറ്റത്തിന്റെ മുകളിൽ കൂടെ എന്ത് പടർന്നു എന്നാ പറയുന്നത്? ദുവ.
അതെന്താ ഇവിടെ ദുവ പറയുന്നത്? എന്താ? അടുപ്പില് പുക വന്നു എന്നാണ് പറയുന്നത്. അടുപ്പിൽ പുക വരാനുള്ള കാരണം എന്താ? അവിടെ ഭക്ഷണം എത്തി എന്നാണ് പറയുന്നത്. ആ ഭക്ഷണം എത്തിയപ്പോ അവിടുത്തെ അടുപ്പിൽ എന്ത് വന്നു? പുക വന്നു. കൈ ദിനോക്കെ ബാദ്, ഒരുപാട് ദിവസത്തിന് ശേഷം, ചമക്കുടി, ചമക് എന്ന് പറഞ്ഞാൽ തിളങ്ങ, അതായത് ഷൈനിങ് ട്ടോ, തിളക്കം. ഉടി എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു, അതായത് ചമക്കുടി എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, ഗർഭർ അതായത് തിളക്ക ആ വീടിന് മുഴുവൻ, ആങ്കേ ഗൈ ദിനോക്കെ അതായത് കണ്ണുകളിൽ എന്താകപ്പെട്ടു? അവിടെ തിളക്ക അനുഭവപ്പെട്ടു. എന്താ? അത്രയും കാലം ഭക്ഷണം ഇല്ലാതെ കണ്ണുകൾ നിറഞ്ഞിരുന്ന സമയത്ത് പെട്ടെന്ന് എന്തായി മാറി എന്നാ പറയുന്നത്? തിളക്കമായി മാറി. കോയിന ഗുജായ് പാങ്കോം കൈ ദിനോത്തെ, കവ്യ എന്ന് പറഞ്ഞാൽ കാക്ക, ഗുർജായി എന്ന് പറഞ്ഞാൽ ചൊരിയുക, പങ്ക്വ എന്ന് പറഞ്ഞാൽ എന്താ? പങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? തൂവല് അല്ലെങ്കിൽ ചിറക്. അതായത് കാക്കകൾ എപ്പോഴാ ചൊറിയ? പറയും. കാക്കകൾക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ കാണുമ്പോഴാണ് അവരെന്താക്കുക? തൻ്റെ ചിറകൊക്കെ ചൊറിയാൻ തുടങ്ങുക. പക്ഷെ ഇവിടെ എന്തിനാ കാക്കകൾ ചൊറിയുന്നത്? അവർക്ക് ഭക്ഷണം കിട്ടിയപ്പോഴുള്ള ആ സന്തോഷത്തെയാണ് അവരെന്താക്കുന്നത്? കാണിച്ചു തരുന്നത്. അതായത് അത്രയും കാലം ഭക്ഷണം ഇല്ലാതെ വിശന്നിരുന്ന സമയത്ത് തൻ്റെ മുന്നിലേക്ക് ഭക്ഷണം എത്തിച്ചപ്പോൾ അവർക്ക് എന്തായി? വളരെയധികം സന്തോഷമായി മനസ്സിന്. തൻ്റെ എല്ലാ സന്തോഷങ്ങളും അവരവിടെ പ്രകടിപ്പിച്ചു. അതാണ് ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ ട്ടോ. മക്കളെ മനസ്സിലായോ? ആ മക്കളെ മനസ്സിലായടാ? മനസ്സിലായോ? നമുക്ക് അടുത്തയിലേക്ക് പോയോക്കാ. അടുത്ത ക്വസ്റ്റ്യൻസ് ട്ടോ. ഓക്കെ, അകാൽ और उसके बाद എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇനി എടുക്കാൻ പോണത്. ചമക്കുടി ഗർഭർ की आंखें, इसका वाक्य का मतलब, അതായത് കണ്ണുകളിൽ തിളക്കമുണ്ട്. ഇപ്പൊ അവസാനം പറഞ്ഞ വരിയാണത്. അവസാനം, അതായത് നമ്മുടെ ഉസ്കെ ബാത്തിന് ശേഷം പറഞ്ഞ വരിയാണത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താ? അതിനെ കൊണ്ട് വലിയ അർത്ഥമാക്കുന്നുണ്ട്. മത്ലബ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുക. ഇസ്ക എന്ന് പറഞ്ഞാൽ ഇതിന്റെ, ആങ്കെ എന്ന് പറഞ്ഞാൽ കണ്ണ്, ബർ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക, ചമക്കുടി എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, അതായത് തിളങ്ങുന്ന കണ്ണുകള് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അകാൽക്കെതി, അകാൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷാമം, ക്ഷാമത്തിന്റെ എന്ന് പറഞ്ഞാൽ ദിവസം, ബീത് ഗായേ, ദിൻ ബീത് ഗയേ, അതായത് ക്ഷാമത്തിന്റെ ദിവസം അങ്ങ് മാറിക്കഴിഞ്ഞു. കായ് ദിനോക്കെ ബാത്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ്. ബാത്ത് എന്ന് പറഞ്ഞാൽ ശേഷം. ഇതൊക്കെ രണ്ട് ബാത്ത് ഉണ്ടാവും ട്ടോ. ഒരു ബാത് എന്താ? ശേഷം എന്നും, ബാത്ത് എന്താ? കാര്യം എന്നാണ് ട്ടോ. അത് ഓർത്ത് വെക്കണേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ് ചിലവർക്ക്. ഗർമേ അനാചായ്, അനാചായ്, അനാസ് എന്ന് പറഞ്ഞാൽ ധാന്യം, അനാസ് എന്ന് പറഞ്ഞാല് ധാന്യം, അതായത് ഫുഡ്. വായ എന്ന് പറഞ്ഞാൽ വന്നു, അതായത് ഒരുപാട് കാലത്തിന് ശേഷം ഫുഡ് വന്നു. ഇസ്ലിയെ ഗർവാലോനെ, അതുകൊണ്ട് വീട്ടിലുള്ള ആൾക്കാര് ആകെയും ആനന്ദ്സെ, കണ്ണുകള് ആനന്ദത്താൽ, സന്തോഷത്താൽ, ചമക്കുടി, തിളങ്ങാൻ തുടങ്ങി. അതായത് ഭക്ഷണം വന്നപ്പോ അവിടുത്തെ ആൾക്കാരുടെ കണ്ണുകളെ തിളങ്ങാൻ തുടങ്ങി. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, സഹീമിലെ, സഹീമിലെ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ്. घर के अंदर कव्य ने घर भर की आंखें. ഈ 1 2 3 4 5 6 ഇതിൽ ഏതായിരിക്കും ശരി? ഏതാ ശരി? പറ മക്കള്, പറ ഏതാ ശരി ഇതില്? പറ മോൻ, പറ വേം പറ, വേം പറ. ഇതിൽ ഏതാ ക്ലാസ് നല്ലത്? വേം പറ, ശരി ഉത്തരം ഏതാ?
ഗർക്കി അന്തർ എന്ന് പറയുമ്പോൾ ദാനയായ, ഗേറ്റിനുള്ളിലേക്ക് എന്താ വന്നത്? ഭക്ഷണമാണ് വന്നത് അല്ലെ. കവ്വേനെ, കാക്ക എന്താ ചെയ്ത്? പങ്കുചലായി, ചിറകുകൾ എന്താക്കി? ചൊറിയാൻ തുടങ്ങി. ഗർഭർക്കി ആങ്കെ, വീട്ടിനുള്ളിലെ കണ്ണുകളെ ചമക്കുടി, തിളങ്ങാൻ തുടങ്ങി അല്ലേ. ക്ലിയർ അല്ലേ? ആ മക്കളെ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് അകാൽ കെ ബാദ്, ക്ഷാമത്തിന് ശേഷം ഹാലത് കാ ചിത്രൺ, അവസ്ഥയുടെ ചിത്രീകരണം കവിനെ കേസെ കിയ, അതായത് അകാൽ കെ ബാദ്, അതായത് ക്ഷാമത്തിന് ശേഷം എങ്ങനെയാണ് കവി അത് ചിത്രീകരിച്ചത്? കവിതാഷ് കാ ആധാർ പലിക്കെ, കവിതയുടെ ആശയത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അകാൽ കെ സമയം, അതായത് ക്ഷാമത്തിന് സമയത്ത് ഭീഷൺ ഹാലത്തി, അതായത് വളരെ ഭയാനകരമായിട്ടുള്ള അവസ്ഥയാണ്. ഭീഷൺ എന്ന് പറഞ്ഞാല് ഭയാനകമായ അവസ്ഥയായിരുന്നു. അകാൽ കെ ബാദ്, അതായത് ക്ഷാമത്തിന് ശേഷം വ ബദൽ ഗയ, അത് മാറി തുടങ്ങി. സബ്കെ മൻ മേ, എല്ലാവരുടെയും മനസ്സിലെ ഖുഷിയായി, സന്തോഷം വന്നു. ചുൽഹ ചക്കി, അതായത് അടുപ്പും അരക്കല്ലും, ആദി നിർജീവ് വസ്തുവോമേ, തുടങ്ങിയ നിർജീവ് എന്ന് പറഞ്ഞാൽ അതായത് നിർജീവമായ, ഒന്ന് ചലിക്കാൻ പോലും അറിയാത്ത വസ്തുക്കള് നയാ ജീവനായ, അവർക്കൊക്കെ എന്ത് വന്നു? പുതിയ ജീവൻ വന്നു. അതായത് അത്രയും കാലം ക്ഷാമമുള്ളപ്പോ അവർക്കൊന്നും ജീവനില്ലായിരുന്നു. അരക്കൽ ആവശ്യമില്ലായിരുന്നു, അടുപ്പ് ആവശ്യമില്ലായിരുന്നു, ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഭക്ഷണം വന്നപ്പോ ഇതിന്റെ ഒക്കെ നിർജീവമായവനെ ജീവൻ വെപ്പിച്ചു. ഗർമേ, വീട്ടിലെ സബ്കി ആംഖേം, എല്ലാവരുടെയും കണ്ണുകളിൽ ഖുഷിക്കെ ചംകുടി, സന്തോഷം കൊണ്ട് എന്തായി? തിളങ്ങാൻ തുടങ്ങി. മനുഷ്യഹി നെഹി, മനുഷ്യൻ മാത്രമല്ല ജീവ് ജന്തു വി ഖുഷ്മാനെ ലഗെ, ജീവജാലങ്ങൾ പോലും വളരെ അധികം എന്താവാൻ തുടങ്ങി? സന്തോഷിക്കാൻ തുടങ്ങി. കവ്വനെ പങ് ഫൈലാക്ക് ഗുജലായ, അതായത് കാക്കകൾ പോലും ഭക്ഷണം കണ്ടപ്പോൾ എന്താൻ തുടങ്ങി? ചൊറിയാൻ തുടങ്ങി അല്ലെ. അതായത് അത്രയും നന്നായിട്ടാണ് അകാൽ കെ ബാത്ത് എന്ന് അദ്ദേഹം നാഗാർജുനൻ സാർ അത്രയും ചിത്രീകരിച്ചത്. ഒരു ഭക്ഷണം ഇല്ലാത്തിരുന്ന സമയത്ത് പെട്ടെന്ന് ഭക്ഷണം കിട്ടിയപ്പോൾ മനുഷ്യനും മൃഗങ്ങൾക്കും ജീവജന്തുക്കൾക്കും എല്ലാം ഉണ്ടായിരുന്ന സന്തോഷത്തെയാണ് നാഗാർജുനൻ സാർ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. कई दिनों तक लगी भीत पर छिपकलियां की गश्त, कई दिनों तक चूहों की भी हालत रही शिक्षित. ഇതിലെ ये पंक्तियां में हालत की ओर इशारा करता है. എന്താ? സമ്പന്നതയാണോ, വിശാലിയാണോ, പ്രകൃതിയാണോ, അകാലാണോ? അതായത് ചിപ്കലിയൊക്കെ എന്തായി? ഉലാത്താൻ തുടങ്ങി. അപ്പൊ ഇതെന്താ? അകാലല്ലേ? അകാലാണോ? ആണോ? അകാലാണോ? വേമ്പറ അകാലാണോ? ഓക്കെ, അകാൽ. ഓക്കെ, വിചാരിച്ചു വരെ. ഓക്കെ, കറക്റ്റ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. चूहों को भी हालत रही शिक्षक, इस पंक्तियों में आपका क्या समझते हैं? चूहों की, അതായത് എലികൾക്കും ഉള്ള അവസ്ഥ വളരെ പരാജയമായിരുന്നു എന്നതുകൊണ്ട് എന്ന പങ്ക്തിയാം ക്യാ സമസ്തേ, എന്ന പങ്ക്തി എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തരുന്നത്? ചൂഹോं को भी हालत रही शिक्षक, അതായത് എലികളുടെ ഇതുപോലും വളരെയധികം പരാജയമാണ്. എലികൾക്ക് പോലും എന്ത് കിട്ടുന്നില്ല? ഭക്ഷണം കിട്ടുന്നില്ല. പങ്ക്തിയാക്ക മത്ലബ്, അതുകൊണ്ട് അർത്ഥമാകുന്ന വരികള് അകാൽ കാ പ്രഭാ घर में रहने वाले मानव पर ही नहीं पड़ते बल्कि उसके घर में रहने वाला छोटा जीव जंतु पर भी तक उसका प्रभाव पड़ता है. അതായത് അകാൽ കാ പ്രഭാ, ആ ക്ഷാമത്തിന്റെ പ്രഭാവം घर में रहने वाले, വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല, മാനവം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമല്ല, बढ़ते बल्कि उस घर में रहने वाले, ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് പോലും, ജീവ് ജന്തു എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾക്ക് പോലും ഉസ്കാ പ്രഭാവം പെടുത്താ, അതിന് എന്താവുന്നു? അതിന്റെ പ്രഭാവം കാണിക്കുന്നു. കാരണം എങ്ങനെയാണോ അവിടുത്തെ ആ വീട്ടിലുള്ള ആൾക്കാര് ഭക്ഷണം കിട്ടാതിരിക്കുന്നത്, അതേപോലെ തന്നെ അവിടെ താമസിക്കുന്ന, അതായത് അതിൻ്റെ ഉള്ളിലുള്ള ജീവജന്തു എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൃഗങ്ങളോ അല്ലെങ്കിൽ പല്ലി, ഇപ്പൊ പറഞ്ഞില്ലേ പല്ലി, എലികൾ, ഇവർക്കൊക്കെ എന്താവും? ഭക്ഷണം കിട്ടാതെയാവും. ക്യോങ്കി घर में गाना नहीं, എന്നാൽ വീട്ടിൽ ഭക്ഷണമില്ലെങ്കിൽ बनाना तो छोटे जीव को भी गाना मिलने में कठिनाई होती है. വീട്ടിലെ ഭക്ഷണമില്ലെങ്കിൽ ചെറിയ ജീവൻ को भी, ജീവജാലങ്ങൾക്ക് പോലും മിൽനേമേ കഠിനായി, വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമുക്ക് എൻ്റെ വീട്ടിലെ എലികളോ പല്ലികളോ അങ്ങനെ എന്തെങ്കിലും, ഞാൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ
അവിടെയുള്ള ജീവജാലങ്ങൾ എന്തായി കിടക്കും? പട്ടിണി കിടക്കും. കാരണം അവർക്കും ഭക്ഷണം കിട്ടാതെ ആയി പോവും. ഓക്കെ, कवितांश में मदद से अकाल और उत्पन्न परेशानियों की टिप्पणी लिखे. അതായത് കവിതയുടെ അർത്ഥമാക്കിയിട്ട് നിങ്ങളോട് എന്ത് എഴുതാനാ പറയുന്നത്? ഒരു ടിപ്പണി എഴുതാനാണ് പറയുന്നത്. ഇന്ത്യക്ക് മഷഹൂർ കവി ബാബ നാഗാർജുൻ, അതായത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ്, മഷഹൂർ നേരത്തെ പറഞ്ഞു, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അതാണ് नागार्जुन अपनी कविता अकाल और उसके बाद द्वारा अकाल में पीड़ित और अकाल के मुक्त करके बारे में वर्णन करते हैं. അതായത് ഇതിൽ അദ്ദേഹം അകാലിനുണ്ടാവുന്ന പ്രശ്നങ്ങളും അകാൽക്ക് ബാത്തിനുള്ള പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. വർണ്ണം എന്ന് പറഞ്ഞാൽ വർണ്ണിച്ചിരിക്കാം. കവി कहते हैं कि घर में कई दिनों तक चूल्हा रो रहा है. അതായത് ഒരുപാട് ദിവസങ്ങളായി, കവി പറയുന്ന ഒരുപാട് ദിവസങ്ങളായി അടുപ്പൊക്കെ എന്താക്കാണ്? കരയാണ്. ഓർ ചംകി ഉദാസ്, അതായത് ചക്കി ഉദാസ് ആണ് എന്താ? അരക്കല്ലൊക്കെ വളരെയധികം ഉദാസാണ്. ദാനേ നഹി, ഭക്ഷണമില്ല. ഇത്നാ കോയി രഹത്തെ ഹൈ ക്യോങ്കി ഘർ മേ നഹി ഹൈ, കാരണം എന്താ ഇല്ല? അവിടെ ഒന്നും താമസിക്കാൻ പോലും പറ്റില്ല, കാരണം അവിടെ ഒന്നുമില്ല. ഘർ മേ കാം ഹി ഉസ്കാ ചോട്ടാ ചോട്ടാ ഹിസ് ഘർ കൈ ദിനോ കി കാനി കത്തിയാ കോ ഭി അനാജ് ലേനെ, അതായത് വീട്ടിലിരിക്കുന്ന ചെറിയ പ്രാണികളും കാലി കുത്തിയ, അതായത് പെൺപട്ടി, കണ്ണു കാണാത്ത പെൺപട്ടിക്ക് പോലും അവിടെ ഭക്ഷണം കിട്ടാതെയായി. സോയ് പടി ഹെ ഇസി പ്രകാർ, ഇതിനനുസരിച്ച് ഘർമേ രഹനെ വാലെ ചിപ്കലിയാം, വീട്ടിൽ താമസിക്കുന്ന ചിപ്കലിയാം എന്ന് പറഞ്ഞാല് പല്ലികൾ, ചാഹെ ചൂഹെ ആദി സഭി ജീവോं को इसका दुष्प्रभाव पड़ता है, ഇതിലുള്ള ദുഷ്പ്രഭാവം കാണിച്ചു കൊടുക്കുന്ന, അതായത് അവർക്ക് ഭക്ഷണം കിട്ടാതെ അവരൊക്കെ എന്താ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ്. यानी घर की गरीबी और अकाल में मानव के साथ बाहर रहने वाले सभी जीव जंतुओं को प्रदेश, അതായത് ഒരു മനുഷ്യൻ പട്ടിണിയായിട്ട് കിടക്കുമ്പോൾ അവിടെയുള്ള ജീവജാലങ്ങൾ പോലും എന്തായി കിടക്കാണ്? പട്ടിണിയിൽ കിടക്കാണ്. अच्छी कवि ने इसी कविता के द्वारा अकाल की हालत का മനോഹരമായിട്ടാണ് നാഗാർജുനൻ സാർ ഇതിനെ വളരെ അധികം നന്നായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഉസ്നെ ഉന്നോനെ ചോട്ടെ ചോട്ടെ ജീവോं तक ഈ ചോട, അദ്ദേഹം ഒരു ചെറിയ ചെറിയ പ്രാണികളെ പോലും എന്താക്കില്ല, വെറുതെ വിട്ടിട്ടില്ല. അദ്ദേഹം അതുപോലും അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകാൽ ആജ് ഭി ഭയങ്കര ഹോത്താ ഹെ, ക്ഷാമം ഇന്ന് എന്താണ്? വളരെയധികം ബുദ്ധിമുട്ട് ഏർപ്പെടുത്തുന്ന ഒന്നാണ്. ഉസ്കാ അസർ മേ സാരാ സമാജ് പീഡിത് ഹോത്താ ഹെ, അതിന്റെ ആ പ്രഭാവം മുഴുവൻ ലോകത്തെ മുഴുവൻ എന്താക്കും? വളരെ അതായത് വളരെ സങ്കടപ്പെടുത്തും. സമയക്ക് സഭി കാര്യകാമം ഉസ്കാ പരിവർത്തൻ ഹോത്താ ഹെ, പരിവർത്തനം അതായത് പ്രവൃത്തികൾ, അതായത് സമൂഹത്തിലെ ഓരോ പ്രവർത്തനങ്ങളാണ് ഒന്നിനെയും മാറ്റിമറിക്കുന്നത്. अकाल की भीषणता की ओर सबका ध्यान आकर्षित करने वाली ये कविता बिल्कुल अच्छी का और प्रसंगित है. അതായത് ഏറ്റവും നല്ല കവിതയാണ് ആര് എഴുതിയത്? നാഗാർജുനൻ സാർ അത്രയും നന്നായിട്ടാണ് അകാലും ഉസ്കെ ബാത്തും എഴുതിയിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ. ചൂഹ ഓർ ചക്കി ക്യോ ദുഃഖി രഹത്തി ഹെ, അതായത് അരക്കല്ലും അടുപ്പും എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? ഘർമേ ധാനെ കോനെ കാ കാരൻ ചുൽഹ ഓർ ചക്കി ബേഖാം പടേ ഹെ, അതായത് വീട്ടില് ഭക്ഷണമില്ല, അപ്പം അരക്കല്ലിന്റെയും ഒന്നിന്റെയും എന്തില്ല? ആവശ്യമില്ല. ബേക്കാർ രഹനെ വേ ദുഃഖി ഹെ, വെറുതെ ഇരിക്കുന്നതിനാണ് അവർക്ക് എന്താകുന്നത്? വളരെയധികം സങ്കടം വരുന്നത്. കവി ഒരു കവിത ഓക്കെ. कई दिनों तक चूहा चक्की उदास, कई दिनों तक कानी कुतियां सो उनके पास, कई दिनों तक लई बीते गया. ഇതിൽ इन पंक्तियों में किसी हालत का है, ഇതിൽ ഏതിന്റെ ആലത്തിനെ കുറിച്ചിട്ട്, എന്ത് അവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഗരീബി എന്ന് പറഞ്ഞാൽ എന്താ? ദാരിദ്ര്യം. സമ്പന്ന എന്ന് പറഞ്ഞാൽ എന്താ? സമ്പന്നമായിട്ട്. മഹാമാരി എന്ന് പറഞ്ഞാൽ എന്താ? അസുഖം, അതായത് വലിയ ഭയങ്കര ദുഷ്കരമായിട്ടുള്ള ഒരു അസുഖത്തിനാണ് നമ്മൾ മഹാമാരി എന്ന് പറയാം. അപ്പൊ ഏതായാലും ഉത്തരം ബി അല്ലേ? ओके. चूहे का रोना और चक्की का उदास होने का मतलब क्या है? अकाल के कारण घर में दाना नहीं था, അതായത് ക്ഷാമം ഉള്ളതിനാ ഭക്ഷണം കിട്ടിയില്ല. इसलिए गाना पकाने का कोई चूहा नहीं, അതായത് ഭക്ഷണം ഇല്ലേ, അതുകൊണ്ട് ഒന്നും വെക്കാനുള്ള ആവശ്യമില്ലല്ലോ. കാരണം വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിലല്ലേ ഈ അടുപ്പൊക്കെ കത്തേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ വെറുതെ നമ്മൾ അടുപ്പ് കത്തിക്കോ? ഇല്ല. और दाना पीसने कोई चक्की के,
പീസിനെ എന്ന് പറഞ്ഞാല് ഒന്ന് എന്താണ് അരയ്ക്കാൻ പോലും ഒരു സാധനം ഇല്ലാതെ പിന്നെ നമ്മൾ അമ്മിക്കല്ലായിട്ട് നമ്മൾ അരക്കല്ലായിട്ട് അരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറയണ്ടോ? ഇല്ല. അപ്പോൾ വീട്ടിൽ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് എന്താണ് അവർ രണ്ടുപേരും ചൂൽഹ റോന ഒരു ചക്കി അടുപ്പ് കരയാനും അരക്കൽ എന്തായി ഉദാസമാവാനുള്ള കാരണം. ഓക്കെ, പിന്നെ ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വയൽ, അതായത് കൃഷിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറയാണ്. പോസ്റ്റർ ഉണ്ടാക്കാൻ ഒരു സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരേ. അങ്ങനെയാണ് ഫസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക. ഗേതിക സംരക്ഷൺ, വയലിനെ സംരക്ഷിക്കുക. എന്നിട്ട് ഒരു പോയിന്റ് ഇവിടെ കൊടുക്കുക. ഗേതി ഗാന നെഹി തോ ഗാജ നെഹി. നിങ്ങൾക്ക് അത് പറ്റൂലെങ്കിൽ ഈ സംഭവം എന്താക്കുക, ഇവിടെ കൊടുക്കുക. ഓക്കെ, ഒന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് ഒന്നും എഴുതാൻ അറിയില്ല എന്ന് വെച്ചാല് നിങ്ങൾ എന്താക്കി ഈ സംഭവം ഇല്ലേ അങ്ങനെ തന്നെ അച്ചടിച്ചിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും കേട്ടോ. ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഇതേ സംഭവം ഇങ്ങനെ തന്നെ അച്ചടിച്ച് കൊടുക്കുക. എന്നിട്ട് ദേശീയ കിസാൻ ദിവസ് എന്ന 2023 ഹിന്ദി മഞ്ച് GHS കോഴിക്കോട് എവിടെ വെച്ചിട്ടാ? GHS കോഴിക്കോടിലെ ആൾക്കാരാണ് ഈ പോസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ കൊടുത്താൽ 4 മാർക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും കേട്ടോ. ക്ലിയർ ആയോ? ഇനി നമ്മളെ ഇതിലെ അവസാനത്തെ ചോദ്യാട്ടോ ഇത്. നിങ്ങൾക്ക് സഹി വിലുപ്ത് ചുൻകലിക്ക് ഇതിലെ ശരിയായിട്ടുള്ളത് ഒന്ന് പറ. ഇത് മാത്രം, ഇനി ഒന്നുമില്ല. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, വേഗം പറ. ഇതിലേതാ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേ പ്ലസ് കെ ആണോ ഉസ്കെ, അല്ലെങ്കിൽ വ പ്ലസ് കെ ആണോ ഉസ്കെ, അല്ലെങ്കിൽ എ പ്ലസ് കെ ആണോ ഉസ്കെ, അല്ലെങ്കിൽ എ പ്ലസ് കെ ആണോ ഉസ്കെ? ഇത് നമുക്ക് നോക്കാം. വ പ്ലസ് കെ. യെസ്. നിങ്ങൾ ക്ലാസ് ഒക്കെ മനസ്സിലായോ മക്കളെ? മനസ്സിലായടാ? ക്ലാസ് ഒക്കെ ക്ലിയർ ആണോ? ക്ലിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സുകൾക്കോ, ഒന്നുകൂടി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കോ അല്ലെങ്കിൽ ഹിന്ദി അറിയാത്ത അങ്ങനെ എന്തെങ്കിലും അവർക്കും പാസ്സാവണ്ടേ? നിങ്ങൾക്ക് മാത്രം പാസ്സായാൽ മതി, അവരും പാസ്സാവണ്ടേ? അപ്പോൾ അവർക്കൊക്കെ എന്താകുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കാണട്ടെ കേട്ടോ. അവരോട് പറയാം ഇങ്ങനെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡി ആയോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി കേട്ടോ.